നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ആ 4 പെൺകുഞ്ഞുങ്ങൾ, ആ മുഖങ്ങൾ നമ്മുടെ ഉള്ളിൽ നോവായി നിന്ന് നീറുകയാണ്. ആരുടെയും മരണം സങ്കടമാണ്. പക്ഷേ ജീവിതത്തിലേക്ക് വിടർന്നു വരുന്ന പ്രായത്തിൽ കുട്ടികളുടെ മരണം, അതും അപകട മരണങ്ങൾ, വല്ലാത്തൊരു സങ്കടവും അസ്വസ്ഥതയുമാണ് ഓരോരുത്തരുടെയും ഉള്ളിൽ. ഒന്നിനു പിന്നാലെ ഒന്നായി ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ റോഡിൽ ദിവസവും എത്രയോ ജീവനുകളാണ് പൊലിയുന്നത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അപകടങ്ങൾക്ക് കാരണമാകുന്നില്ലേ? ദേശീയപാത അതോറിറ്റി റോഡ് നിർമ്മിക്കും മുമ്പ് ശാസ്ത്രീയ പഠനമൊന്നും നടത്താറില്ലെന്ന് പറയുന്നത് സംസ്ഥാന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ്. രാജ്യത്ത് അപകടങ്ങൾ വല്ലാതെ കൂടുകയാണെന്നും റോഡ് അപകടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ പോകുമ്പോൾ മുഖം മറച്ചിരിക്കേണ്ട അവസ്ഥയാണെന്നും പറഞ്ഞത് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. പ്രതിവർഷം ഇന്ത്യയിൽ 1.78 ലക്ഷം പേരാണ് റോഡ് അപകടങ്ങളിൽ മാത്രം മരിക്കുന്നത്. അതിൽ 60% 18-നും 34-നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരാണ്. വാഹന ഉപയോഗത്തിലെ അലക്ഷ്യ രീതി മുതൽ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത വരെ പരിഹരിക്കാൻ ഇനിയും നമുക്ക് കഴിയുന്നില്ല. ഇനിയും എത്ര ജീവൻ ബലി നൽകേണ്ടി വരും ഇതൊക്കെ പരിഹരിക്കാൻ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കോഴിക്കോട് നിന്നും ശ്രീ കുഞ്ഞഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, ആർക്കും സഹിക്കാൻ കഴിയുന്ന മരണമല്ല ഇന്നലെ ഉണ്ടായത്. ഇങ്ങനെ എത്രയോ മരണങ്ങൾ നമ്മൾ പല ദിവസവും കാണേണ്ടി വരുന്നു. റോഡിൻ്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ അപകടത്തിന് പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ. ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ നിരന്തരം അപകടം ഉണ്ടാകുന്നു. എന്നിട്ടും നമ്മുടെ റോഡ് നിർമ്മാണത്തിലെ ഈ അശാസ്ത്രീയത പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. എത്രയോ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ. 4000 ആളാ സാർ ഒരു കൊല്ലം കൊണ്ട് കേരളത്തിൽ മരിക്കുന്നത്. ഈ അധികാരികൾ കണ്ണ് തുറന്നിക്കില്ലേ? നമ്മളെ കുട്ടികൾ വയോധികരും വൃദ്ധന്മാരും ഒക്കെ മരിക്കുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ടാവും. അതുകൊണ്ട് ഒരു ഉന്നതതല യോഗം ഗവൺമെന്റ് വിളിച്ചിട്ട് അടിയന്തര പരിഹാരം കാണും. നോക്കൂ, നിങ്ങൾ 4 ജീവൻ വെട്ടും പൊട്ടും തിരിയാതെ 4 കുട്ടികളെ ഇന്നലെ റോഡുമ്പിൽ പടഞ്ഞു വീണ് മരിച്ചത് കേരളമാകെ ഞെട്ടിപ്പോകുന്ന ഒരു സംഗതിയാണ്. ഇതിന് അടിയന്തരമായൊരു പരിഹാരം ഗവൺമെന്റ് കാണണമെന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ ഉമേഷാണ് പാലയിൽ നിന്നും ചേരുന്നത്. ശ്രീ ഉമേഷ്, നമുക്ക് മറ്റു വിഷയങ്ങളിലൊക്കെ കടക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞുങ്ങളുടെ മരണം, ആരുടെ മരണവും സങ്കടകരമാണ്. പക്ഷേ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വല്ലാത്ത നീറ്റലായി നിൽക്കും. അതും ജീവിതത്തിലേക്ക് അവർ കടന്നു വരുന്ന ചെറിയ പ്രായമാണ്. അവർ യാതൊരു തെറ്റും ചെയ്തില്ല. യഥാർത്ഥത്തിൽ മരണമെന്ന് പോലും പറയാൻ കഴിയില്ല. നമ്മുടെ അധികൃതരുടെ അനാസ്ഥ കൊണ്ടുണ്ടായ കൊലപാതകങ്ങൾ എന്ന് വേണമെങ്കിൽ പോലും പറയാം. ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം വലിയൊരു തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ എന്നാണ് ഇനി പരിഹരിക്കുക? ഇതിപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടു പോകാറില്ല. അതിനു മുമ്പാണ് ഈ അടുത്ത സംഭവം. 6 കുട്ടികൾ മരിച്ചു, 5 കുട്ടികൾ മരിച്ചു, പിന്നെ ഒരു കുട്ടി പിന്നെ മരിച്ചു. അത് ഭാവിയിലോട്ട് വളർന്നു വരുന്ന ഡോക്ടർമാരായി വളർന്നു വരേണ്ട പിള്ളേരാണ് മരിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളും ഭാവി വളർന്നു വരുമ്പോൾ ആരൊക്കെയായി തീരണമായിരുന്ന ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇത് നമ്മളെ റോഡിനെ മാത്രം അന്നും പറഞ്ഞല്ലോ, നമ്മൾ കുറ്റപ്പെടുത്തിയ കാര്യം. ഒരു വേറൊരു കണ്ടില്ല, അന്ന് ഓടി വന്ന ഈ സിംഗിൾ ലോറി ടോറസ് ലോറി മറിയുമല്ലേ ഇത്. വേറൊരു ലോറി ഇടിച്ചിട്ട് അവൻ നിർത്താൻ പോയി. ആ വണ്ടി വന്ന് ഇടിച്ചാണ് ഈ വണ്ടി മറിയുന്നത്. പക്ഷേ അനാവശ്യമായ ഡ്രൈവിങ്ങിന്റെ ഉണ്ട് കിരണ, പറയാതിരിക്കുക. കാരണം ഈ ഡ്രൈവർമാരെന്ന് പറയുന്നത് ഇപ്പൊ എന്താ വെച്ചാൽ ഒരു ദിവസം ബൈക്ക് ഓടിക്കും, പിറ്റേ ദിവസം ഓട്ടോറിക്ഷ ഓടിക്കും, പിറ്റേ ദിവസം ഒരു പിക്കപ്പ് ഓടിക്കും, പിന്നെ ടോറസ് ഓടിക്കും. അങ്ങനെ പെട്ടെന്ന് ഹെവി ലൈസൻസ് എടുത്ത് ഡ്രൈവർമാർ യഥാർത്ഥ ഡ്രൈവർമാരാകുന്നില്ല, പക്വത വരുന്നില്ല. അതിന് മുമ്പ് വലിയ വാഹനങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഈ വണ്ടി, ഞാനും ഡ്രൈവർ, ഞാൻ പറഞ്ഞിട്ട് ഞാൻ പൂനെ ഏറ്റുമാനൂർ വർഷങ്ങളായിട്ട് ഞാൻ ഓടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഈ ടോറസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചവിട്ടിയാൽ നിൽക്കാനൊക്കെ ഫസ്റ്റ് സെക്കൻഡ് ഇട്ട് ഫസ്റ്റ് ഇട്ടിലോട്ട് വരുമ്പോൾ എന്നാലും അവ നിൽക്കത്തുള്ളൂ. പെട്ടെന്ന് ചവിട്ടിയിട്ടുണ്ട് ഈ വണ്ടി ഇടിച്ചിടിച്ചിട്ട് എല്ലാം കൂടെ കൊലവട്ട അടക്കം അവിടെ റോട്ടിൽ പോകും. അങ്ങനെ ഒരു സംവിധാനം. പക്ഷേ ഇത് ഓടിച്ചിട്ട് കഴിയുമ്പോൾ VW വണ്ടി ഓടിക്കുന്നില്ല. ഇതിന്റെ സ്പീഡ് നമുക്കറിയത്തില്ല. ലോഡ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്താണ്. ഈ വണ്ടി അങ്ങ് പൊക്കോണ്ടിരിക്കും. നമ്മൾ മീറ്ററെ നോക്കുമ്പോൾ അയ്യോ ഇത്ര സ്പീഡ് ആയോ എന്ന് നമ്മൾ അറിയട്ടെ. ഇത് ഡ്രൈവർമാർക്ക് കോച്ചിങ് കൊടുക്കുക വേണം. നമ്മൾ ചുമ്മാ ഈ തോന്നുന്നതിനൊക്കെ ലൈസൻസ് കൊടുത്തു. ഇതിനകത്ത് ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് ഹെവി കിട്ടണമെങ്കിൽ 18-20 കൊല്ലം കഴിക്കണം. ഇപ്പൊ 6000 രൂപ ആണെങ്കിൽ 3-ാം പൊക്കം ഹെവി കിട്ടും. ഇവിടെ ആ പ്രശ്നം ഇവിടെ ഈ സംഭവിക്കുന്നത്. ഈ ഡ്രൈവർമാർക്ക് ശിക്ഷ ഇത് പോരാ. ശിക്ഷ എന്ന് പറയുന്നത് അവന് ഈ കുഞ്ഞു കുരുന്നുകളുടെ ജീവൻ കളഞ്ഞില്ലേ, അവനെ തൂക്കി കൊല്ലാൻ വിധിക്കണം. ഇങ്ങനെയുള്ളവനെ ഒന്നും ഡ്രൈവിംഗ് ഇതിന് 6 മാസം കഴിയുമ്പോഴേക്കും ഇവൻ വീണ്ടും വണ്ടി ഓടിക്കും.
ഇവൻ വണ്ടി ഓടിക്കും. ഇവൻ പോയി അടുത്തവനെ കൊന്നു കഴിഞ്ഞാൽ ഈ ശിക്ഷയില്ല. അവിടെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം വരുന്നത്. ശ്രീ ഉമേഷ് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഡ്രൈവർ കൂടിയായ ഉമേഷ് പറഞ്ഞാൽ പ്രത്യേക ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഈ ഇത്തരം വലിയ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ അതിനുള്ള എക്സ്പീരിയൻസ് കൂടി അവർക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ റോഡ് കുഴപ്പം ഉണ്ടായാലും നല്ല ഡ്രൈവർമാരാണെങ്കിൽ അവിടെ അപകടമില്ലാതെ ഓടിക്കാൻ അവർക്ക് കഴിയും. ശ്രീ ഉണ്ണികൃഷ്ണനാണ് കൊല്ലത്ത് നിന്നും ചേരുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ പലപ്പോഴും നമ്മുടെ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം വളരെ വേഗത്തിൽ അപകടങ്ങൾ ഉണ്ടാവുകയും അപകടങ്ങൾ തുടർക്കഥയും ഒക്കെ ചെയ്യുന്ന എത്രയോ സ്ഥലങ്ങൾ നമ്മൾ നിരന്തരം ചൂണ്ടിക്കാണിക്കുന്നു, നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു, അവർ സമരം ചെയ്യുന്നു. പക്ഷേ ആ റോഡിൻ്റെ ആ അശാസ്ത്രീയത പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ ഒന്നും ഉണ്ടാവുന്നില്ല. സംസ്ഥാന മന്ത്രിയും കേന്ദ്രമന്ത്രിയും എല്ലാം പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു, നാണക്കേടാണ്, അല്ലെങ്കിൽ പഠനം നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിനപ്പുറം പരിഹാരം എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? ഗണേഷ് കുമാർ ഇപ്പോൾ വന്ന് പറയുന്നത് റോഡ് അശാസ്ത്രീയമായ നിർമ്മാണമാണ്, ഗൂഗിൾ നോക്കി റോഡ് പണിഞ്ഞെന്നൊക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ 2 വീലറിൽ പോകുന്നവരും 3 വീലറിൽ പോകുന്നവരും ഈ ലോറികൾ ഓടിക്കുന്നവരൊക്കെ ഇവരൊക്കെ ശരിക്കും നോർമലായിട്ട് തന്നെയാണോ പോകുന്നതെന്ന് ആരും ചെക്ക് ചെയ്യുന്നില്ല. ഈ ഡ്രൈവർമാരൊക്കെ ഇവനൊക്കെ ഏതെങ്കിലും ജഗതിയിലേക്കാണ് വണ്ടികൾ ഓടിച്ചിട്ട് പോകുന്നത്. റോഡിന്റെ അശാസ്ത്രീയത ഇനിയിപ്പോൾ ഇടിച്ചു പൊളിച്ച് പുതിയ റോഡൊക്കെ ഉണ്ടാക്കി വരുവാണെങ്കിൽ അതുവരെയൊക്കെ ഈ ആൾക്കാരും പിള്ളേരൊക്കെ വീടുകളിൽ ഇരിക്കുവാണെങ്കിൽ നടപ്പുവശമില്ല. ഒറ്റ വശമുള്ള ഈ റോട്ടിൽ ഇറങ്ങി നിന്നിട്ട് ഹെൽമറ്റ് പിടിക്കുന്നതിനേക്കാളും നല്ലത് ഹെൽമറ്റിനെ നോക്കി നിൽക്കാതെ ഹെൽമറ്റ് ഇട്ട് വരുന്നതിനെയും പിടിച്ചു നിർത്തും ബൈക്കാരന്മാർ. പുറത്തെ കണ്ടില്ലേ റീൽസ് എടുത്തിട്ട് ഒരു കൊച്ചിനെ പിടിച്ചു വന്നിട്ട് അവൻ പോയിരിക്കുക, റീൽസ് എടുക്കുകയാണ്. അതേപോലെ ഈ ആ മുക്കോലയിൽ വിരിഞ്ഞിട്ട് എന്ത് നടന്നത്, ആ ടിപ്പർ ലോറിക്കാരൻ്റെ പാറ വീണ് അവിടെ മരിക്കുക. ആ ഒരാഴ്ച കഴിയപ്പോഴത്തേക്കും തീരെ വേറൊരാൾക്ക് ഒരു കാല് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വർഷം മുമ്പ്. ആ ഒരാഴ്ച ചർച്ച അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും ആ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് തൊട്ടു പിന്നാലെ ചർച്ചകൾ നടക്കും, ചില നടപടികളൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയപടി എന്നാണ്, പിന്നെ അടുത്ത അപകടം ഉണ്ടാകണം വീണ്ടും ഇതൊക്കെ ചെയ്യാൻ. ശ്രീ ചന്ദ്രൻ നായർ കൂടി ചേർന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, ഇന്നലെ വൈകുന്നേരം മുതൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ നമ്മളാരും അറിയുന്ന കുട്ടികളല്ല, ഒരിക്കൽ പോലും കണ്ടിട്ടുള്ള കുട്ടികളല്ല, ഒരു തരത്തിലും അറിയുന്ന കുട്ടികളല്ല മഹാഭൂരിപക്ഷം മനുഷ്യരും. കുറച്ച് പേർക്കായിരിക്കും ആ നാട്ടിലുള്ളവർക്ക് അറിയാമായിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കായിരിക്കും. പക്ഷേ അവരുടെ സങ്കടം കേരളത്തിൻ്റെ മുഴുവൻ സങ്കടമായി നമ്മുടെ അടക്കം ഉള്ളിൽ ഇങ്ങനെ ആ മുഖം ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. ചിലരൊക്കെ വിളിച്ച് ഈ TV-യിൽ ആ ദൃശ്യങ്ങൾ കാണാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ പോലും ഉണ്ടായി. നമ്മുടെ ഈ സ്ഥലത്ത് നിരന്തരം അപകടമുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള പല സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ അങ്ങനെ ഒരു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ അധികാരികൾക്കില്ലേ? സാർ, ആ 4 കുഞ്ഞുങ്ങളുടെ കുടുംബത്തോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് ദുഃഖത്തിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം പറയട്ടെ സാർ, 100ഓളം അപകടങ്ങൾ ആ സ്ഥലത്തുണ്ടായെന്ന് സ്ഥലവാസികൾ മന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പല ഘട്ടങ്ങളായിട്ടെന്ന് വെച്ചാൽ അവർ വന്നിട്ട് ചില തൊടുക്ക് പണികളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. ഏതായാലും ഇപ്പോഴും സംഭവിച്ച് ഇപ്പോൾ അവിടെ വന്നുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് എത്രയോ കോടി രൂപ കിട്ടാറുണ്ട്. അതല്ല സാർ, ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് സാർ നമ്മൾ കേരളീയരായ മാന്യരായ ആൾക്കാർ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്ന് വെച്ചാൽ സംഭാവന ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാണ്. നിർഭാഗ്യവശാൽ അത് ചെലവഴിക്കാതെ, മാത്രമല്ല റോഡ് ഫണ്ട് ബോർഡിന് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു നല്ലൊരു ഭാഗമുണ്ട്. അതായത് പൊതുമരാമത്ത് ഇപ്പോൾ റോഡ് ഫണ്ട് ബോർഡാണെന്നാണ് അറിയപ്പെടുന്നത്. അതായത് റോഡിന് വേണ്ടിയിട്ട് റോഡ് ടാക്സ് കൊടുക്കുന്ന പൈസകളെല്ലാം തന്നെ റോഡ് നിർമ്മാണം നല്ല രീതിയിൽ നടത്തണം. അതിന് പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി വന്നിട്ട് കുറച്ച് കരച്ചിലും കുറച്ച് മധുര വാക്കുകളും പറഞ്ഞിട്ട് പോകുന്നതാണ് മന്ത്രിമാരുടെ സ്ഥിതി. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത് സാർ. വളരെ സങ്കടകരമാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജശേഖരൻ നായരാണ്, ഇടക്കുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജശേഖരൻ നായർ, ആർക്കും സഹിക്കാൻ കഴിയുന്നതല്ല, പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ മരണം. അവരൊന്നും അറിയാതെ വൈകിട്ട് സന്തോഷത്തോടുകൂടി കളിച്ചു ചിരിച്ചൊക്കെ വന്നതായിരിക്കും വീട്ടിലേക്ക്. ആ സമയത്താണ് ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു. ആ സ്ഥലത്ത് നിരന്തരം അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നു. അങ്ങനെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കൊണ്ട് നിരന്തരം അപകടങ്ങൾ നടക്കുന്ന പല സ്ഥലങ്ങൾ, ഇത് മാത്രമല്ല എത്രയോ സ്ഥലങ്ങൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലുണ്ട്. ഇങ്ങനെ നിരന്തരം അപകടം നടക്കുന്ന സ്ഥലങ്ങളിലെങ്കിലും എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത്? അത് പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടേ? നമസ്കാരം സാർ. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എന്റെ ദുഃഖം ഞാൻ പങ്കുവെക്കുകയാണ്. കേരളത്തിലെ ഓരോ ദിവസവും റോഡിൽ നിരവധി ജീവനുകളാണ് പൊലിയുന്നത്. റോഡിന്റെ മാത്രം ഒരു പ്രശ്നമല്ല ഇത്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ മോശമായ രീതിയിലാണ് ഇവിടെ, പ്രത്യേകിച്ചും ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നത്. ഞാനും ഒരു 2 വീലറും ചെറിയൊരു 4 വീലറും ഒക്കെ ഓടിക്കുന്ന ആളാണ്. നമ്മൾ ന്യായമായ ഒരു സ്പീഡിൽ റോഡിൽ പോവുകയാണെങ്കിൽ നമ്മുടെ പുറകെ വന്നിട്ട് വളരെ ശക്തിയേറിയ ഓണ് മുഴക്കി നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലത്തെ റോഡുകളിലെല്ലാം വാഹനം ഓടിക്കപ്പെടുന്നത്. വാഹനം എങ്ങനെ റോഡിൽ കൂടി ഓടുന്നു എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ കാണുന്നില്ല. വല്ലപ്പോഴും അപൂർവമായിട്ട് തടഞ്ഞു നിർത്തി പാറയാണോ കൊണ്ടുപോകുന്നത്, മണ്ണാണോ, ഹെൽമെറ്റ് ഉണ്ടോ, ഇതൊക്കെ നോക്കുന്നതല്ലാതെ അമിത വേഗതയിലാണോ പോകുന്നത്, അപകടകരമായിട്ടാണോ വണ്ടി ഓടിക്കുന്നത് എന്നൊന്നും ശ്രദ്ധിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ റോഡിൽ കാണുന്നില്ല.
മറ്റ് പല മേഖലകളിലും ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരെ അന്ന് തന്നെ പിടിച്ച് ജയിലിലിടുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഞാനൊരു ക്ഷേത്രത്തിന്റെ ഭാരവാഹിയാണ്. എവിടെയെങ്കിലും ഒരു പടക്കം പറ്റി ഒരാൾക്ക് ഒരു അപകടം ഉണ്ടായാൽ ക്ഷേത്ര പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും പിടിച്ച് ജയിലിലിടും. ഈ നിരവധി കുട്ടികൾ ഈ റോഡിൽ മരിച്ചിട്ട് ആരെ ഇതുവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 6 മെഡിസിൻ പഠിക്കുന്ന കുട്ടികളാണ് റോഡിൽ മരിച്ചത്. ഒരു 7 പേര് കയറുന്ന ഒരു വാഹനത്തിൽ 11 പേർക്ക് യാത്ര ചെയ്തു. ആ വാഹനം വാടകയ്ക്ക് കൊടുക്കാൻ യാതൊരു പേപ്പറും ഇല്ലാത്ത വണ്ടി. എന്നിട്ട് ആളിനെ എന്ത് ചെയ്തു? കേരളത്തിൽ എല്ലാം അങ്ങനെയാണ്. കാശുള്ളവർക്ക് എന്തുമാകാം, ആർക്കും എന്ത് തോന്നിവാസവും ചെയ്യാം. അല്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ അവരെ അന്നേരം അറസ്റ്റ് ചെയ്ത് ജാമ്യം കൊടുക്കാതെ ജയിലിലിടും എന്ന് നിയമങ്ങൾ ശക്തിയായിട്ട് റോഡിലും കേരളത്തിൽ നടപ്പാക്കുന്നു. റോഡുകളിൽ സുരക്ഷ പാലിക്കാത്ത ആളുകൾക്ക് കഠിനമായ ശിക്ഷ കൊടുക്കുന്നു. ഇതൊക്കെ നിയന്ത്രിക്കുന്നു. അന്ന് വരെ ഇങ്ങനെ മനുഷ്യ ജീവനുകളിലെ തെരുവില് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേ. ഇടയം മുരളി കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. ശ്രീ ഇടയം മുരളി, താങ്കൾ എങ്ങനെയാണ് ഈ ഇത്തരം അപകടങ്ങൾ നിരന്തരം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലെങ്കിലും ഇടപെടലുകൾ വേണ്ടതല്ലേ? നമസ്കാരം സാറേ. നമസ്കാരം. സാറേ, റോഡിന്റെ സ്ഥിതിഗതികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക റോഡുകളിലും ആ റോഡിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരില്ലാത്തൊരവസ്ഥയാണ്. നിർക്കാടിക്കലായിട്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയിലാണെങ്കിലും റോഡിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. പ്രധാനമായിട്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാത്തതാണ് ഇത് ഈ റോഡിൽ ഈ നിരന്തരമായി ഉണ്ടാകുന്ന അപകടത്തിന് കാര്യം. റോഡ് വെട്ടിപ്പൊളിച്ച് നാശമാക്കിയാലും അതിന്റെ കൺസേൺഡ് അതോറിറ്റി ആയിരിക്കുന്ന ഈ അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ യാതൊരുവിധ നടപടി എടുക്കത്തില്ല. അവർ കണ്ടില്ലെന്ന് നടിച്ചങ്ങ് പോവുകയാണ് ഈ കേരളത്തിലെ സ്ഥിതി. അത് അതിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എനിക്ക് പറയുവാനുള്ളത്, ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വളരെ ശക്തമായ നടപടിയെടുക്കണം. ഇവരനങ്ങാതിരിക്കുന്ന ചിലര് കൈക്കൂലി വാങ്ങിച്ചിട്ട് റോഡ് കുത്തിക്കുടിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും ചേരുന്നത്. ശ്രീ ശിവജി, താങ്കൾ എങ്ങനെയാണ് ഇത്തരം അപകടങ്ങളിലെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന്റെ വിഷയത്തെ കാണുന്നത്? ഇതിൽ തുടരും. കാരണം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരിക്ക് വരുന്ന റോഡിലെ കുണ്ടന്നൂർ ചുങ്കന്നൂർ സ്ഥലമുണ്ട്. അവിടുന്ന് വരവൂർ വഴി പട്ടാമ്പിക്ക് തിരിയുന്ന ജംഗ്ഷനിൽ ഇതുപോലെ ഒരു 1 കിലോമീറ്റർ റോഡ് ഗ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തോ ഒരു മെഷീൻ ഉപയോഗിച്ചുള്ള ഒരു പരിപാടിയാണ്. ആ വഴിക്ക് ഞാനൊന്ന് പോയപ്പോഴേ നമ്മളൊരു സർക്കസ് അഭ്യാസിയെ പോലെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗ്രിപ്പ് ചെയ്തെടുത്തൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. റബ്ബറൈസ്ഡ് റോഡാണ്. അതിന്റെ ഒരു ഭാഗം ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതുപോലെ ഒരു സ്ത്രീയെയും കുട്ടിയെയും കൂടെ വെച്ചിട്ട് വരുന്ന നല്ല പ്രാക്ടീസ് ഇല്ലാത്ത ഒരാളാണ് തീർച്ചയായും അവിടെ ബൈക്കെന്ന് പറയും. ബൈക്കുകാർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്, ഭാരവാഹനങ്ങളെക്കാൾ കൂടുതൽ. ഇത് ആ ചേട്ടൻ പറഞ്ഞ പോലെ ഇത് ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ ആരുമില്ല. ഇപ്പൊ നാഷണൽ ഹൈവേയുടെ കാര്യമാണെങ്കിൽ അത് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യേണ്ടതാണെന്ന് നമ്മുടെ കേരള സർക്കാരിന്റെ ആണെങ്കിൽ ഉത്തരവാദിത്വം വെക്കാൻ പിന്നെ പ്രത്യേകിച്ച് ആരും ഉണ്ടാവില്ല. എന്നാലോ ഏത് സമയവും ബോർഡ് വെക്കാനും ഒക്കെ ആൾക്കാരും ഉണ്ട്. എങ്ങനെ ഇത് ഞങ്ങളുടെ റോഡാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ റോഡിനെ പറ്റി പറയാറില്ലേ, ഇത് ഞങ്ങളുടെയാണ്. ഇതല്ലാണ്ട് ഇതിനൊരു ഉത്തരവാദിത്വം ഏൽക്കാൻ ആരുമില്ല. ഇപ്പൊ നമ്മുടെ പല ഹൈവേകളിലും സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ ഈ മെക്കാഡൻ ടാറിങ്ങിൽ സംഭവിക്കുന്നത് വേനലായി കഴിയുമ്പോൾ ഈ ടാർ അങ്ങോട്ട് ഉരുകി കഴിയുമ്പോൾ ഇതൊരു പ്ലേറ്റ് പോലെ അങ്ങോട്ട് വളരെ മിനുസപ്പെട്ടതായി മാറുകയാണ്. ഇതിലൊരു മഴയും കൂടെ ചാറി കഴിഞ്ഞാൽ ഭാരവാഹനങ്ങളാണേലും അല്ലാത്ത വാഹനങ്ങളിലും ഒന്നും ബ്രേക്ക് ചെയ്താൽ പിന്നെ നിൽക്കില്ല. പക്ഷെ ഡ്രൈവറുടെ അതീവ ശ്രദ്ധയും കഴിവുണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് വേണേ പോകാമെന്നല്ലാണ്ട് ആരെങ്കിലും. ശ്രീ സതീഷാണ് വെള്ളങ്ങല്ലൂരിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ സതീഷ്, ഇത്തരം അപകടങ്ങൾ, പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെ മരണങ്ങളൊക്കെ ഏതു മനുഷ്യൻ്റെയും മനസ്സ് സങ്കടം കൊണ്ട് നിറയ്ക്കുന്നതാണ്. സ്ഥിരം അപകടമുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പലപ്പോഴും നാട്ടുകാരത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ എന്നിട്ടും ഇത്രയേറെ അപകടങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് ഈ അധികൃതർ തയ്യാറാവാത്തത്? അധികൃതർക്ക് ഇതിന് നേരില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഈ റോഡിന്റെ നിയമങ്ങൾ പഠിപ്പിക്കാനായിട്ട് നമ്മൾ സ്കൂൾ തലം തൊട്ട് നിയമങ്ങൾ പഠിപ്പിക്കണം, അത് പാലിക്കാൻ പഠിപ്പിക്കണം. ഇത് നമ്മള് സ്കൂൾ തലം തൊട്ട് എന്തൊക്കെയോ നമ്മൾ പഠിക്കുന്നു. അതല്ലാതെ നമുക്ക് വിദ്യാഭ്യാസം എന്തിനൊക്കെയാണ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതെന്നുള്ളത് ഇന്നും നമ്മുടെ ഭരണകൂടങ്ങൾക്ക് അറിയില്ല. അങ്ങനെയാണ് നമ്മുടെ ഭരണകൂടങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സ്കൂൾ തലം മുതൽ തന്നെ ഗതാഗത ബോധവൽക്കരണവും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ കുട്ടികളെ ആ തരത്തിൽ തന്നെ പഠിപ്പിക്കേണ്ടതാണ്. ഏറ്റവും ജീവൻ നിലനിർത്തുന്നതിൻ്റെ മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനും നമ്മുടെ ജീവൻ നിലനിർത്താനും ഒക്കെ അത് അനിവാര്യമാണ് താനും. ശ്രീ കൃഷ്ണകുമാറാണ് ഹൈദരാബാദിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ കൃഷ്ണകുമാർ,
ഈ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട്. ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന വലിയൊരു വിഭാഗം അപകടങ്ങൾ, അമിത വേഗത കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, ഇതൊന്നുമല്ലാതെ റോഡിലെ അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് ഈ ഒരു തരത്തിലും ഏത് വാഹനവും മറിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ തെന്നിപ്പോകുന്ന തരത്തിലുള്ള വളവുകൾ നിർമ്മിക്കുക, ഇതൊക്കെ ശാസ്ത്രീയമായി നിർമ്മിക്കാൻ എത്രയോ മാർഗങ്ങളുണ്ട്. പക്ഷേ ആ അപകടം ഉണ്ടായ ശേഷമെങ്കിലും ഇനി കൂടുതൽ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും അത്തരം സ്ഥലങ്ങളിൽ അത്തരമൊരു ഇടപെടൽ ഇവരുടെ ഒക്കെ ഭാഗത്തു നിന്ന് വേണ്ടേ? അതൊന്നും ഉണ്ടാവുന്നില്ല. വളരെ ശ്രീ കൃഷ്ണകുമാരെ, ടി വി ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പറയാം. വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇത് ഈ സമയത്ത് പറയാൻ പാടില്ലാത്തതാണ്, എങ്കിലും ചില കാര്യങ്ങൾ പറയാതെ വയ്യ. ഇതിന്റെ ഉത്തരവാദികളെ കണ്ടെത്താൻ വേണം തീർച്ചയായിട്ടും. കാരണം ഇതിപ്പോ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം ഞാനൊക്കെ ജനിച്ചു വളർന്ന നാട്ടില് തൃശ്ശൂർ ജില്ലയിലാണ്, പുതുക്കാടിനടുത്താണ്, എൻ്റെ ഒരു വില്ലേജിലായിരുന്നു. അവിടെ ഞാൻ ജനിക്കുമ്പോൾ അവിടെ ഒരു സിംഗിൾ വേ ആയിരുന്നു. അത് സിംഗിൾ വേ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് വണ്ടി, മറ്റേ സൈഡിൽ ഓപ്പോസിറ്റ്. ഇന്ന് അത് 4 വേ ആണ്. ഈ 4 വേ ആയതിനു ശേഷം ടോൾ ടാക്സ് പിരിക്കാൻ തുടങ്ങി അവിടെ. അതിനുശേഷവും അവിടെ ടോൾ ടാക്സിന്റെ കണ്ടീഷനിൽ ഓഫർ ചെയ്തിരുന്ന കാര്യമുണ്ട് സർവീസ് റോഡ്. അത് പല ഭാഗത്തും ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല. ടോൾ ടാക്സ് ഇപ്പൊ 28 അവസാനിക്കുന്നതാണ് പറയുന്നത്, 2028. പക്ഷെ അതിനിടയിൽ ഒരു 6 വേ ആയി മാറുമ്പോൾ വീണ്ടും ടോൾ ടാക്സ് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ തീർച്ചയായും ടോൾ ടാക്സ് വേണ്ടതാണ്. പക്ഷെ അതോടൊപ്പം ജനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ആനുകൂല്യം കിട്ടും വേണം. അവിടെ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് വളരെയധികം ആക്സിഡന്റ് ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോ ഈ പറഞ്ഞ സ്ഥലത്ത് ഇത്രയും ആക്സിഡന്റ് ഉണ്ടായിട്ടും ഇത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് തെറ്റിനാണ്. നാഷണൽ ഹൈവേക്ക് വേണ്ടിയുടെ ഉത്തരവാദി കേന്ദ്ര ഗവൺമെന്റ് ആണ്. അത് ഈ സമയത്ത് ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ നിലയ്ക്കായിട്ട് എടുക്കരുത്. ഒരു കാര്യം മനസ്സിലാക്കണം, ടോൾ ടാക്സ് പിരിച്ച് അതും കൊണ്ടുപോകുന്നു സെൻട്രൽ ഗവൺമെന്റ്. നമ്മളൊക്കെ പെട്രോൾ അടിക്കുമ്പോൾ 1 ലിറ്ററിന് റോഡ് സെസ് എന്നും പറഞ്ഞൊരു എമൗണ്ട് മേടിക്കുന്നുണ്ട്, അതും കൊണ്ടുപോകുന്നു സെൻട്രൽ ഗവൺമെന്റ്. പക്ഷെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നതും ഒരു നീതിപൂർവമായില്ല. പക്ഷെ ഈ ഇതുപോലെയുള്ള ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. അത് ചെയ്തിരിക്കും അവര് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, സങ്കടമുണ്ടാക്കുന്നൊരു വിഷയം തന്നെ ഇന്ന് എടുക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്കും സങ്കടവും വേദനയും ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ കുഞ്ഞുങ്ങളടക്കം മരണപ്പെട്ടു പോകുമ്പോൾ അപ്പോഴും ഈ അധികൃതരൊന്നും ഇത് കാണുന്നില്ല, അല്ലെങ്കിൽ അവരവരുടെ ഇത്തരം കുറവുകൾ, തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിത് പറയേണ്ടി വരുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ആദ്യമായി ഈ വിഷയം എടുത്തതിൽ എൻ്റെ അഭിനന്ദനം. ഇന്ന് അതുപോലെ തന്നെ ആ 4 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട 4 കുടുംബങ്ങളോടുള്ള ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഈ വിഷയം പറയുമ്പോൾ നമ്മുടെ ഈ രാജ്യത്തെ ഈ റോഡുകളെ പറ്റി തന്നെയാണോ നമ്മുടെ ഭരണാധികാരികൾ പറയുന്ന വിദേശ രാജ്യങ്ങൾ തോറ്റുപോകും, പിന്നെ ഇവിടുത്തെ റോഡുകൾ എന്നൊക്കെ പറയുമ്പോൾ ഏതെല്ലാം വിധത്തിൽ എന്തെല്ലാം വിധത്തിലാണ് കോടികൾ ഈ റോഡിൽ നിന്ന് ടാക്സ് ആയിട്ടും അതുപോലുള്ള ടോൾ പിരിവായിട്ട് എന്തെല്ലാമായിട്ട് പിരിച്ചുകൊണ്ട് പോകുന്നു. ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയില്ലാതെ ഇപ്പൊ വീട്ടിൽ നിന്ന് ഒരാളിറങ്ങിപ്പോയാൽ തിരിച്ചു വന്നെന്ന് പറയാ ആ അവസ്ഥയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ വീട്ടുകാരിപ്പോ കണ്ണീരോടെയാണ് അവരെ പറഞ്ഞു വിട്ടിട്ട് ശ്വാസം പിടിച്ചാണ് വീട്ടിൽ കുത്തിയിരിക്കുന്നത്. എപ്പോ വരും? ആയവർക്ക് പുറത്തിറങ്ങാൻ പാടില്ല. ഞങ്ങളുടെ ഇവിടെയാണ് നാഷണൽ ഹൈവേയിൽ പണി നടക്കുന്ന കാരണം ഇനി അത് 26-ല് 27-ലൊക്കെ തീരുവോളെന്നാ പറയണത്. അപ്പൊ എന്ത് വിശ്വസിച്ച് നമ്മളിവിടെ ജീവിക്കും? ആര് സമാധാനം പറയും? പറയേണ്ടവരാരും ഒന്നും വ്യക്തമായ ഒരു മറുപടിയും പറയുന്നില്ല. ഇതിനി ആവർത്തിക്കില്ല എന്ന് പറയുന്നതല്ലാണ്ട്. താങ്കളുടെ അഭിപ്രായത്തിന് നന്ദി. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീമതി മിനിയാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീമതി മിനി, ഏത് മനുഷ്യരും കരഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഉള്ളിലിങ്ങനെ സങ്കടം നീറ്റലായി നിൽക്കുന്നതാണ് ആ കുരുന്നുകളുടെ മുഖം. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികൾ, അച്ഛനമ്മമാരുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ പ്രതീക്ഷ. വൈകിട്ട് കളിച്ച് ചിരിച്ച് ചിലപ്പോൾ കുട്ടികൾ ആ പ്രായത്തിലൊക്കെ എന്ത് സന്തോഷത്തോടു കൂടി മടങ്ങി വന്ന കുട്ടികളാവും. ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചത്. ആ സ്ഥലത്ത് എത്രയോ അപകടങ്ങൾ നടത്തുന്ന സ്ഥലമാണെന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോഴും ആ അപകടത്തിന് കാരണം എന്താണെന്ന് അന്വേഷിക്കാനോ അതിന് പരിഹരിക്കാനോ ഒന്നും അധികൃതർ തയ്യാറാവുന്നില്ല. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും സാറേ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് വേദന, സങ്കടം ഉണ്ടാക്കുന്ന കാര്യം സാറേ. ഈ റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കട്ടെ, നമ്മൾ ഈ ഓടിക്കുന്നവർക്ക് ഒരു ബോധം വേണ്ടേ സാറേ? നമ്മുടെ ജീവനും നമുക്കെതിരെ വരുന്ന ആളുകളെയും കെയർ ചെയ്ത് വേണം ഓരോ ഡ്രൈവർ. ഞാനൊരു സ്കൂൾ ടീച്ചറാണ്, ഞാനും 2 വീലറിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്നും കുഞ്ഞുങ്ങളോട് പറയും, മക്കളെ റോഡ് നോക്കി വരണം, സൈഡ് നോക്കി പോകണമെന്നൊക്കെ പറയും. ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് തന്നെ ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു ലോറി ജസ്റ്റ് ഒന്ന്
കണ്ണ് ചിമ്മിയായിരുന്നെങ്കിൽ ഇന്ന് സംസാരിക്കാൻ ഞാനും ഉണ്ടാവും. അതേ സ്പീഡിലാണ് സാറേ ഈ ലോറിക്കാരുടെ പോക്ക്. അവരും ഒന്ന് ചിന്തിക്കണം. അവര് മാത്രമല്ലല്ലോ, നമ്മൾ ഈ റോഡെന്ന് പറയുമ്പോൾ ഒരു അനേകായിരം ആളുകൾ ഒരേ ടൈം യൂസ് ചെയ്യുന്നത്. ചിലരൊക്കെ പറയുന്നത് പോലെ എല്ലാവരെയും പറയുകയല്ല, എന്നാലും ഈ ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് പോലെ ഈ വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന ചിലർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് സാറേ. അത് സത്യം പറഞ്ഞുണ്ടല്ലോ, ആ വണ്ടി വന്ന വരവിന് മെന്റലി ഞാൻ വളരെ ഇതായിപ്പോ ഒരു 2 മിനിറ്റ് വണ്ടി ഓഫ് ആക്കിയിട്ട് നിന്നിട്ടാ പിന്നെ വണ്ടി എടുത്തത്. ആ കുഞ്ഞുങ്ങൾ എന്തോ വേണം സാറേ, അവരുടെ വീട്ടിലെ ആ ഒരു മാനസികാവസ്ഥ. ഞാനൊരു ടീച്ചർ, അതിലൊരു അമ്മയാണ്. അപ്പൊ നമുക്ക് ശരിക്കും സങ്കടം ഉണ്ടാക്കി. കുഞ്ഞുങ്ങള് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് അവര് പരീക്ഷയും കഴിഞ്ഞ് പോയ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ അല്ലായിരുന്നു സാറേ. ഏകദേശം ഒരു 5-6 വർഷം എന്റെ ഓർമ്മയില് എടപ്പോണൊരു സംഭവം നടന്നത് ഈ ലോറിക്കാരുടെ ഭാഗത്തുനിന്ന്. വളരെ കെയർലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ശ്രീ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, പലപ്പോഴും അപകടമുണ്ടാകുന്ന സ്ഥലങ്ങൾ ഒരേ സ്പോട്ടുകളിൽ തന്നെയാണ് ആവർത്തിച്ച് പലയിടത്തും അപകടമുണ്ടാകുന്നത്. അങ്ങനെ അപകടമുണ്ടാകുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഡ്രൈവർമാരെക്കാളേറെ അശാസ്ത്രീയമായി റോഡ് നിർമ്മിച്ചവർ കൂടിയാണ്. പക്ഷേ അത്തരം തെറ്റുകൾ പരിഹരിക്കാൻ പലപ്പോഴും അധികൃതർ തയ്യാറാവുന്നില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നോക്കൂ, നമ്മളിപ്പോൾ സംസാരിച്ച ആ സഹോദരി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഏതാണ്ട് ഒരാഴ്ചക്കകത്ത് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന 2 അപകടങ്ങളാണ് ഇന്ന് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നടന്ന MBBS സ്റ്റുഡൻസിന്റെ കാര്യത്തിലും നടന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ ചാനലിലൊക്കെ താങ്കളടക്കം പറഞ്ഞിട്ടുള്ളതാണ്. 2 വസ്തുതകളാണ് നമ്മളിതിൽ പ്രതിപാദിക്കുന്നത്. അതായത് അന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു ഓവർ സ്പീഡും അതോടൊപ്പം തന്നെ മഴയും ഒരു കാരണമായി എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്നലത്തെ ഈ ആക്സിഡന്റിൽ റോഡിന്റെ അശാസ്ത്രീയത നമ്മൾ നോക്കൂ. മഴ എന്ന് പറയുന്നത് മനുഷ്യനാൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. രണ്ടാമത്, നമ്മുടെ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം റോഡിന്റെ ശാസ്ത്രീയത ക്ലിയർ ആക്കിക്കൊണ്ട് നമുക്ക് ഒരു പ്രദേശത്തും യാത്ര ചെയ്യാൻ സാധിക്കില്ല. ഞാനീ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, മഴയായാലും റോഡിന്റെ അശാസ്ത്രീയതയായാലും ഇത് ദൈനംദിനം ഇനി നാളെയും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്തൊന്നും നേരെ ആക്കിക്കൊണ്ട് നമുക്ക് വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ ജാഗരൂകരായിരിക്കണം. ഈ ഡ്രൈവർമാർ, നമ്മൾ സമീപകാലത്ത് നിങ്ങൾ എടുത്തു നോക്കൂ, ഈ പിറകിലൂടെ വരുന്ന 2 വീലറിൽ വീട്ടമ്മമാര് അടക്കം ബാക്കിൽ തട്ടിയിട്ട് വീഴുമ്പോൾ ഈ ഏറ്റവും കൂടുതൽ അടിയിൽ പോയത് ടിപ്പറിന്റെ അടിയിലാണ്. നിങ്ങൾ ഈ അപകടത്തിന്റെ നിങ്ങൾ കണക്കെടുത്ത് നോക്കൂ, ശരിയല്ലേ? ടിപ്പറാണ് ഏറ്റവും കൂടുതൽ അപകടം. അത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ലോറികൾ. അപ്പൊ ശക്തമായ നമ്മുടെ നിയമം കർശനമാക്കാത്തതിന്റെ കുഴപ്പമാണ്. മറ്റൊന്നോട് പറഞ്ഞോട്ടെ, റോഡ് ആക്സിഡന്റ് ഒരാൾ മരിച്ചാൽ ഉടനെ എടുക്കുന്ന കേസിന്റെ രീതി മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. എന്തോ മനഃപൂർവ്വമല്ലാത്ത? ഇത് കൃത്യമായിട്ടും ഇത് കൊലപാതക കുറ്റമായിട്ട് എടുത്തു നോക്കൂ. അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ആക്സിഡന്റ് സ്വാഭാവികം, നമുക്കറിയാമല്ലോ. അത് പോലീസ് എഫ്ഐആർ പരിശോധിക്കും. അങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയൂ. നമ്മുടെ നിയമം അനുസരിച്ച് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ മനഃപൂർവ്വമാണെങ്കിൽ ആ തരത്തിലേക്ക് കേസ് പിന്നീട് മാറ്റാനേ കഴിയൂ. അങ്ങനെ ഏതെങ്കിലും കൊലപാതക ശ്രമമോ അങ്ങനെ ആണെങ്കിൽ. അല്ലാത്ത അപകടങ്ങളിലെല്ലാം ഇങ്ങനെയാണ് എടുക്കുന്ന കേസ്. ശ്രീ പ്രേമനാണ് കണ്ണൂരിൽ നിന്നും ചേരുന്നത്. ശ്രീ പ്രേമൻ, അത്യന്തം സങ്കടകരമായ വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അതിന് ഉത്തരവാദി നമ്മുടെ അധികൃതർ കൂടി. ആ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു? അവരൊന്നും അറിയാത്ത കുഞ്ഞുങ്ങളാണ്. ആ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം അവിടെ എത്രയോ അപകടങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും പരിഹരിക്കാത്തത് കാരണമാണ് ആ കുരുന്നുകൾക്ക് 4 പേർക്ക് ജീവൻ പൊലിയേണ്ടി വന്നത്. ഇന്നലെ ന്യൂസ് 8 പരിപാടി കേൾക്കുമ്പോഴല്ലേ ന്യൂസ് വന്നത്. എന്നാൽ തന്നെ നമ്മൾ ആകെ കണ്ടെന്ന് വെള്ളം വന്ന പോലെ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് പറയാ, നമ്മളെ റോഡിൽ വാഹനങ്ങൾ കൂടുതലാണ്. അതിന് കണക്കെ റോഡ് വികസനമില്ല. പിന്നെ ഈ ഹൈവേ എല്ലാം എന്ന് പറഞ്ഞാൽ 6 വരി പതിയായിട്ട് ട്രക്കിന് വേറെ തന്നെ ഒരു സർവീസ് റോഡ് കൊടുക്കുക. എന്നാൽ തന്നെ കുറേ മാറ്റങ്ങൾ വരും ഇതിൽ. ട്രിപ്പർ ലോറിയെല്ലാം പോകുന്ന വെച്ചാൽ ഒരു ട്രിപ്പിന് ഇത്ര പൈസ എന്ന് പറഞ്ഞാൽ അവർ പോകുന്നത്. ഇപ്പോൾ അവർ പരമാവധി 3-4 ട്രിപ്പ് അടിക്കാൻ നോക്കും. ഈ മരണപ്പാത്തിലുകൊണ്ടാണ് ഈ അപകടങ്ങൾ കൂടുതൽ വരുന്നത്. ഇതിനെല്ലാം ഒരു നിയന്ത്രണം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ കേരളത്തിലെ ഈ അപകടങ്ങൾ കുറയൂ. ഒന്നാമത് കണ്ടമാനം വണ്ടിയാണ് നമ്മൾ റോഡിൽ ഇറങ്ങുന്നത്. ശരി, ശ്രീ അഭിലാഷ് കൂടി ചേരുന്നുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അഭിലാഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാറേ, ഇത് റോഡിന്റെ കുറ്റമോ ആ കുഞ്ഞുങ്ങളുടെ കുറ്റമോ ഒന്നും അല്ല. ഇത് സത്യം പറഞ്ഞ ഉദാസീനത, ഇത് മനഃപൂർവ്വം മരിച്ചു വെക്കുന്ന അപകടങ്ങളാണ് സാറേ. കാരണം എന്താ വെച്ചാല്
ഇവന്മാർക്കല്ല കള്ളും കഞ്ചാവും ഈ നാക്കിനിടെ വെക്കുന്ന സാധനം എല്ലാം കൂടെ വെച്ചിട്ടാ സാറേ വണ്ടി ഓടിക്കുന്നത്. ഈ ശംഭു എന്ന് പറഞ്ഞ സാധനം ഒക്കെ ഉണ്ട് നാക്കിനിടെ ഇതെല്ലാം വെച്ചിട്ട് ഈ തോന്നിവാസം വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്. ലോഡ് ഇറക്കിയിട്ട് വന്നു കഴിയുമ്പോൾ ഇത്രയും വേഗം വീട്ടിൽ ചെല്ലണം, കമ്പനി കൂടണം, കമ്പനിക്കാരെ കാണണം എന്നുള്ള ആ മരക്കമാറ്റിനിടയിൽ ഇങ്ങനെ കാലനായിട്ട് വന്നതാണ് വേറൊരു ലോറി വന്ന് തട്ടിയിട്ട് പോയാണ്. അവൻ ഒറ്റ ഒരുത്തനായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിട്ട് പോയത്. ഇത് നമുക്ക് ആരും കുറ്റം പറയില്ല. ഇവനെല്ലാം പിടിച്ച് തുറകിലടിക്കണം സാറേ. എന്താ വെച്ചാൽ ഈ പോലീസുകാരെല്ലാം എടുത്ത് ഇരിപ്പിടണം മേടിച്ചാൽ ഇവന്മാർ സ്റ്റേഷനിൽ കുത്തിയിരിക്കാതെ ഇവന്മാർക്ക് 2 പേർക്കാൾ ഒരു ജീപ്പുമായിട്ട് പോയി ഒരു 3 കിലോമീറ്റർ ഇടയിട്ട് കൈ കാണിച്ചൊന്ന് നോക്കുമോ ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ഇനിയും ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കാസർഗോഡ് നിന്നും ശ്രീ സന്തോഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ സന്തോഷ്, ആരുടെയും മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഇപ്പോഴും ആ നൊമ്പരം മാറാതെ നിൽക്കുകയാണ് മലയാളികൾ. ആ വാർത്ത അറിഞ്ഞ മഹാഭൂരിപക്ഷം പേരും അവിടെ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം കൂടിയാണ് അപകടത്തിന് കാരണമായത്. ഇതിനു മുമ്പ് പല അപകടങ്ങളുണ്ടായിട്ട് പോലും അത് പരിഹരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. അങ്ങനെ നിരന്തരം അപകടങ്ങളുണ്ടാകുന്ന പല സ്ഥലങ്ങളുമുണ്ട് കേരളത്തിൽ. ഇവിടെയൊക്കെ എന്താണ് ഈ അധികൃതർ മൗനമായിരിക്കുന്നത്? ആദ്യമായി ഞാൻ മരിച്ച കുട്ടികളുടെ കുടുംബങ്ങളുടെ കൂടെ ആ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. കാരണം ഇന്നലെ 4 മണിക്ക് ആ കുട്ടികളൊന്നും അറിയുന്നില്ല. കളിച്ചും ചിരിച്ചും നാളത്തെ പരീക്ഷ എന്താണെന്ന് ഒക്കെ ചോദിച്ച് ഉല്ലസിച്ച് അവര് പോകുന്ന അടുത്തടുത്ത വീടുകളിലെ കുട്ടികൾ അവരൊന്നും അറിയുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ 65ഓളം അപകടങ്ങൾ നടന്നു എന്നാണ് പറഞ്ഞത്. ആ പ്രാദേശികത്തിൽ അവര് തന്നെ പറയുന്നത് 65 അപകടങ്ങളോളം നടന്നു. ആ നടന്നിട്ട് അപ്പൊ റോഡിന്റെ പ്രശ്നമാണത്. അല്ലാതെ വാഹനങ്ങൾ ഒരു സ്ഥലത്ത് അത്രയും അപകടങ്ങൾ നടക്കണമെങ്കിൽ വാഹനങ്ങളുടെ പ്രശ്നമല്ല അത്, ആ റോഡിന്റെ പ്രശ്നമാണത്. ഇപ്പൊ ഈ വിളിക്കുന്ന പ്രേക്ഷകർ ചിലർ പറയുന്നതായിട്ട് കഞ്ചാവും ഇതും വെച്ചിട്ട് ഒക്കെ പോകുന്നതാണ്. ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് അവർ തെളിയിച്ചിട്ടുണ്ടോ മദ്യപിച്ചിട്ടാണോ ഒന്നും തെളിയിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് എല്ലാ ഡ്രൈവർമാരും ആക്ഷേപിക്കുന്നത് അത് ശരിയല്ല. കാരണം ഈ അവിടെ ഇപ്പൊ ഒരു മന്ത്രിമാരോ വേറെ ആർക്കും ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം ആ റോഡിന്റെ പ്രശ്നമാണെങ്കിൽ ആ റോഡ് നേരെയാണ്. ഇത് അതല്ല, 65 അപകടങ്ങൾ നടന്നിട്ട് കളക്ടറടുത്തും അവിടെയൊക്കെ അവർ പരാതി കൊടുത്തിട്ട് പോലും ആ റോഡിന്റെ പ്രശ്നം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. വാഹനങ്ങൾ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. വാഹനങ്ങൾ ശരിയാണ്, അത് തന്നെയാണ് നമ്മുടെ ചർച്ചാ വിഷയം. വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ വലിയ തോതിലുണ്ട്. അത് ചെറിയൊരു ന്യൂനപക്ഷം ഡ്രൈവർമാരുടെ ചെറിയ 1% പോലും വരില്ല. അതിലുമൊക്കെ എത്രയോ 0.1% പേരുടെ കയ്യിൽ നിന്നാണ് ഇത്തരം ഉണ്ടാകുന്നത്. അവരൊക്കെ ഇത്തരം ഈ പറയുന്നത് പോലെ ലഹരി ഉപയോഗിച്ചൊക്കെ നിരന്തരം ഡ്രൈവ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ അതല്ല, ഈ റോഡിന്റെ അശാസ്ത്രീയത അത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ഒരു സ്ഥലത്ത് 65ഓളം അപകടങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. ശരിയാണ്, താങ്കൾ പറഞ്ഞത് വളരെ വാലിഡായ ഒരു പോയിന്റാണ്. മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന് ചേരുന്നത്. ശ്രീ മുഹമ്മദ്, അത്യന്തം സങ്കടമുള്ള ഒരു വാർത്തയിലാണ് അല്ലെങ്കിൽ ആ വിഷയത്തിലാണ് ഇന്ന് താങ്കൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നതെന്ന് അറിയാം. എന്താണ് പറയാനുള്ളത്? ശ്രീ മുഹമ്മദ് പറയാം. ശ്രീ ബേബിയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ മുഹമ്മദൊക്കെ സ്ഥിരമായി വിളിക്കുന്ന ആളുകളാണ്. പലപ്പോൾ അവർക്കടക്കം സാധാരണ ഇതിൽ ഇത്തരം വാർത്തകളൊക്കെ പ്രതികരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. തിരുവനന്തപുരത്ത് നിന്ന് ബേബിയാണ്. ശ്രീ ബേബി, ഈ സ്ഥലത്ത് നിരന്തരം അപകടമുണ്ടായതാണ്. ഈ അപകടമുണ്ടാകുമ്പോഴെങ്കിലും അധികൃതർ നോക്കണ്ടേ? നിരന്തരം അപകടമുണ്ടാകുന്നെങ്കിൽ അവിടെ ആ റോഡിൻ്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്, അത് പരിഹരിക്കണം അടിയന്തരമായി എന്ന് തീരുമാനിക്കണ്ടേ? അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല, അങ്ങനെ ഒരു പരിശോധന പോലും ഉണ്ടാവുന്നില്ല. എന്താണ് ഇവർക്കൊക്കെ പറ്റുന്നത്? ശ്രീ ബേബി പറയാം. പറയുന്നത് സാറേ, ഈ അപകടം ഉണ്ടായത് റോഡിന്റെ സുരക്ഷിതത്വം കൂടി കുറച്ച് കുറവുണ്ട്. കാരണം എന്താണ് സാറേ, ഇത് വന്ന് ലോറി വന്ന കുട്ടികളുടെ മേത്ത് വീണ അങ്ങനെ ഒരു അപകടം, ലോറി നിയന്ത്രണം വിട്ട് സ്പീഡ് കൂടി വന്നെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സാറേ, നമുക്ക് ഈ റോഡ് സീബ്ര വരെയുണ്ടല്ലോ, അവിടെയും നിറയെ അപകടങ്ങളും കുട്ടികളൊക്കെ തെറിപ്പിച്ച് പോയതൊക്കെ നമ്മൾ TV കണ്ടിട്ടുണ്ട്. ഒരു വണ്ടി വന്ന് 3 കുട്ടികൾ സ്കൂളിലോട്ട് വന്നപ്പോൾ ക്രോസ് ചെയ്തപ്പോഴത്തേക്കും തെറിച്ചു പോയില്ലേ, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ആ സീബ്ര വരയിലും നല്ലപോലെ വണ്ടികളൊക്കെ നിന്ന് നോക്കി അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് വേണം എല്ലാ വാഹനം. ഞാനും ഒരു വണ്ടി ഓടിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, ചില സീബ്ര വരയിൽ വരുമ്പോൾ അപ്പുറം ഇപ്പുറം നിന്ന് ആരെങ്കിലും പോകാനോ കൈ കാണിക്കോ വല്ലതും ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടാണ് കാർ ഓടിച്ചോണ്ട് പോവുള്ളൂ. പക്ഷെ കഴിവതും ആൾക്കാർ, ഞാൻ ചിലപ്പോൾ കാർ നിർത്തിയിട്ട് നടന്നു പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, മെഡിക്കൽ സ്റ്റോറിലോട്ട് പോകാനായിട്ട് ആശുപത്രിയിൽ വണ്ടി കൊണ്ടിട്ടിട്ട് ആശുപത്രിയിൽ പോകാനായിട്ട് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ സീബ്ര വരെ കൂടി പോകും.
ഒരു മനുഷ്യരും നിൽക്കുകയല്ല. എന്നിട്ട് എന്നെ വഴക്കും പറയുന്നുണ്ട്, എന്താ പെങ്ങളെ എന്താ ഇങ്ങനെ വന്ന്. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, ഇത് സീബ്ര പറയല്ലേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ നടുക്ക് കയറി നിൽക്കും. ഇടിച്ചിട്ട് പോവാണെങ്കിൽ പോട്ടെ എന്നുള്ളത്. കാരണം എനിക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോകണം. അവിടെ പോലീസോ ആരും ഇല്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു പോലീസിനെയോ ആരെങ്കിലും എല്ലാ സീബ്ര വരയിലും നിർത്തിയിട്ട് പോകുന്ന അവിടുത്തെ ഒരു അപകടമെങ്കിലും കുറവായിട്ട് കിട്ടുമായിരുന്നു. ശരി, നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന്റെ പ്രശ്നങ്ങൾ എത്രയോ തവണ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. വലിയ അപകടങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്യുന്നു, പക്ഷെ അതിനപ്പുറത്തേക്ക് നടപടികൾ മാത്രം ഉണ്ടാവുന്നില്ല. ശ്രീ അക്ബർ അലിയാണ് പാലക്കാട് നിന്ന്. താങ്കൾക്ക് പറയാം. സാറേ, ഇത് വന്നിട്ട് റോഡിന്റെ ഇത് മാത്രമല്ല, ഇത് വന്നിട്ട് സംഭവം കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താ ഒരു ടൂ വീലർ എടുത്തു, ചെറിയ കുട്ടികളെ കടത്തിയിട്ടാ കൊണ്ടുപോകണം. ചെറിയ കുട്ടികളെ അവര് വന്നിട്ട് കാലത്ത് വെച്ചാൽ കുട്ടികളെ വണ്ടി കയറ്റിലും കരഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയാൽ തന്നെ കരച്ചിൽ മല്ല. അങ്ങനെയൊക്കെ പഴക്കി മാറ്റി, അതൊക്കെ ഒരു പഴക്കം മാറ്റിയെടുക്കണം. പിന്നെ സ്കൂളിൽ വിട്ട് വന്ന് നാലാൾ ഒരുമിച്ച് പോവുക, അത്രയ്ക്ക് റോഡ് വീതി. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. വേണുഗോപാലാണ് കുന്നംകുളത്ത് നിന്ന്. ശ്രീ വേണുഗോപാൽ, ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ മറ്റൊന്ന്. ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൻ്റെ അപകടങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് വളരെ വേഗം. പക്ഷേ അതിന് പരിഹരിക്കാൻ അധികൃതർ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? ആ കുട്ടികളുടെ മരണപ്പെട്ടത് വളരെ സങ്കടമുള്ള കാര്യം. അത് ആർക്കും സങ്കടമുള്ള കാര്യമാണ്. നിങ്ങളിപ്പോൾ ഉപയോഗിച്ചൊരു ആ വാക്ക് അവിടെയാണ് നമ്മൾ യോജിക്കാത്തത്. നിങ്ങൾ കുറച്ച് ചാനലുകാർ ശാസ്ത്രീയമായ പഠനം, ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുള്ളോടത്ത് എവിടെ ശാസ്ത്രീയമായ കുഴപ്പമുണ്ടെച്ചാൽ പരിശോധിക്കും. പക്ഷേ ഒരൊറ്റ ശാസ്ത്രീയമായ പ്രശ്നം കൊണ്ടാണോ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്? ഡ്രൈവർമാർ ഈ വണ്ടി തന്നെ വേറൊരു വണ്ടി വന്ന് ഇതിന്റെ മേലെ തട്ടിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അവിടെ നിങ്ങൾ അത് ശ്രീ വേണുഗോപാൽ, ആ സ്ഥലത്ത് നിരന്തരം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 65 അപകടങ്ങൾ ഉണ്ടായെന്ന് ആ നാട്ടുകാർ തന്നെ പറയുന്നു. അവർ നിരന്തരം അപകടം ഉണ്ടാകുന്നെങ്കിൽ, ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് അപകടം ഉണ്ടാകുന്നെങ്കിൽ അത് അശാസ്ത്രീയമായ നിർമ്മാണമല്ലേ? അത് പുലമ്പലാകുന്നത് എങ്ങനെയാണ് ശ്രീ വേണുഗോപാൽ? ഒരിടത്ത് ഒരു നിരന്തരം അപകടം ഉണ്ടാകുമ്പോൾ അത് ശ്രദ്ധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കണ്ടേ? അതെങ്ങനെയാണ് താങ്കൾ അങ്ങനെ പറയുന്നത്? ഒരുത്തരുടെ ജീവൻ പോകുമ്പോൾ അങ്ങനെയാണോ ജീവൻ പോകുമ്പോൾ പറയേണ്ടത്? ജീവൻ പോയിട്ട് നിങ്ങളെ ഈ ചാനലുകാരായിട്ട് ഞങ്ങൾക്കുണ്ട്, ഞങ്ങളെ മക്കളെ പോലുള്ള നിങ്ങളത് മുതലെടുത്തിട്ട് ഞങ്ങളാരും ഇത് മുതലെടുക്കാൻ നിൽക്കുന്നവരല്ല. താങ്കളെ പോലുള്ളവരാണ്. അപകടം ഉണ്ടായാലും വേണ്ടിയില്ല, ആരെങ്കിലും ഒക്കെ ന്യായീകരിക്കാൻ താങ്കൾക്ക് താല്പര്യം കാണും. ഞങ്ങൾക്ക് അങ്ങനെ ആരെയും ന്യായീകരിക്കാൻ താല്പര്യമില്ല. നിങ്ങളെ പോലുള്ള മാധ്യമ അത് നിങ്ങൾക്കാണ്, നിങ്ങളുടെ സംസ്കാരത്തിന് യോജിച്ച ഭാഷയാണ് താങ്കൾ പറയുന്നത് ശ്രീ വേണുഗോപാൽ. താങ്കൾക്ക് ന്യായീകരിക്കാൻ ഏതെങ്കിലുമൊക്കെ ആളുകൾ കാണും. ആ റോഡ് നിർമ്മിച്ചവർക്ക് കൃത്യമായി തെറ്റ് പറ്റിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച കൊണ്ട് തന്നെയാണ് അവിടെ അപകടം ഉണ്ടായത്. ആ ലോറി മറ്റേ വണ്ടി മറ്റൊന്ന് ഇടിച്ചതിനെ പറ്റിയിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഈ ഇവിടെ നിരന്തരം അപകടം ഉണ്ടാകുന്നതിനെ കുറിച്ച് തന്നെ പറയേണ്ടി വരും. ഞങ്ങൾക്ക് അങ്ങനെ ആരെയും ന്യായീകരിക്കേണ്ടല്ലോ. താങ്കൾക്ക് താങ്കളുടെ രീതിയിൽ സംസാരിക്കാം. ശരി, നമസ്കാരമുണ്ട്, നടക്കട്ടെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് ഞങ്ങൾ പറയാനുള്ളത് പറയാൻ ഞങ്ങൾ എന്ത് നീതികേട് കാണിച്ചു പറ വേണുഗോപാൽ? എനിക്ക് പറയാനുള്ളത് കേൾക്കണം. താങ്കൾ പറഞ്ഞോളൂ. താങ്കൾ പറയുന്നല്ല ഇത്തരമല്ലേ പറയുന്നത്? മാന്യമായിട്ടല്ലല്ലോ സംസാരിക്കുന്നത്. എന്നിട്ട് ഞാൻ കട്ട് ചെയ്തില്ലല്ലോ ഇതുവരെ. അല്ല, ഞാനിപ്പോ ഈ പരിപാടിയിൽ നിങ്ങളുടെ ഫോണിൽ ചെയ്യുന്നതിന് മുന്നേ ഒരു ചാനൽ കാണുകയാണ്. ഈ റോഡിൽ എവിടെയൊക്കെ വളവുണ്ടായിട്ട് കാട്ടുന്നത്, എവിടെ ഈ വളവൊക്കെ അപകട. ഏത് വളവും അപകടമല്ല ശ്രീ വേണുഗോപാൽ. താങ്കൾക്ക് അതിനെക്കുറിച്ച് ഒന്നുകിൽ ധാരണ ഇല്ലായിട്ടാണ്, അല്ലെങ്കിൽ താങ്കൾ അന്ധമായി ന്യായീകരിക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ വേറെ ചാനൽ, ഞാൻ വേറെ ചാനലിന്റെ വിഷയമൊന്നുമല്ല പറയുന്നത്. ഒരു സ്ഥലത്ത് നിരന്തരം അപകടം ഉണ്ടാകുന്നെങ്കിൽ ആ സ്ഥലത്തെ റോഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്. ആ സ്ഥലത്ത് നിരന്തരം അപകടം ഉണ്ടാകുന്നുണ്ട്. അത് ചെയ്യണം, അത് ചെയ്യണം. അവരെയാണ് ആ ചെയ്യേണ്ടവരാണ് ആദ്യം പറയേണ്ടത്. അത് പറയാൻ താങ്കൾക്ക് എന്താണ് ഭയം? ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തത്, യാതൊരു സംശയവുമില്ല. അതെ, ആ രണ്ട് വണ്ടികളുടെ കാര്യം നിങ്ങൾ ഞങ്ങൾ അതല്ല സംസാരിക്കേണ്ടത്. ആ റോഡിൽ നിരന്തരം അപകടം ഉണ്ടാകുന്നെങ്കിൽ അതിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ആ രണ്ട് വണ്ടികൾ തട്ടിയോ തട്ടിയില്ലോ എന്നുള്ളതല്ല അവിടെ വിഷയം. അതല്ല വിഷയം അവിടെ. അതുകൊണ്ട് തന്നെയാണ് അത് സംസാരിച്ചത്. ശരി, നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ രാജഗോപാലാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ രാജഗോപാൽ, ഈ ഒരു സ്ഥലത്ത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ആ റോഡിന് കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ്. ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ടും ഓവർ സ്പീഡ് കൊണ്ടും ഒക്കെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്, അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ റോഡിൻ്റെ അശാസ്ത്രീയത കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത് പരിഹരിക്കാൻ കഴിയേണ്ടതാണ്. അതിനെന്തുകൊണ്ടാണ് നമുക്ക് വീഴ്ച ഉണ്ടാവുന്നത്? നമസ്കാരം. ഞാൻ ഇതിനകത്ത് ഒരുപാട് സങ്കീർണമായ കുറെ വിഷയങ്ങളുണ്ട്. ഒന്ന്, റോഡിന്റെ അപര്യാപ്തത, പിന്നെ കുഴപ്പങ്ങളുണ്ട്.
അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് അതിനെ ബില്ല് മാറി ഒക്കെ കൊടുക്കുന്നത്, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ കുറ്റവാളികൾ അവരും കൂടിയാണ്. ഇതിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത എഞ്ചിനീയർമാരുണ്ട്, നടത്തിച്ച ജോലി ചെയ്യിച്ച വർക്ക് സൂപ്രണ്ടുമാരുണ്ട്, അത് ചെയ്ത കോൺട്രാക്ടർമാരുണ്ട്. ഇവരെല്ലാം 1 by 1 പ്രതികളാക്കി ചേർത്ത് ഈ 4 ജീവനുകളും അതുപോലെ നിരത്തിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പരിശോധനയും നിയമപരമായ ഒരു നീക്കവും നടത്തേണ്ടതുണ്ട്. മാത്രമല്ല നാട്ടുകാർ പലരും കേൾക്കുന്നുണ്ട്. താങ്കൾ ഗൗരവമുള്ള വിഷയം തന്നെയാണ് പറയുന്നത്. അതുപോലെ നാട്ടുകാരായ പലരും അവിടെ പറയുന്നുണ്ട്. കുറച്ച് വികാരപരമായ പ്രകടനങ്ങൾ ഇന്നലെ കണ്ടുവെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. സ്വാഭാവികമല്ലേ? നിരന്തരം അവിടുത്തെ കോങ്ങാട് MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചതുവരെ ഇന്നലെ ഏതോ ചാനലിൽ എടുത്ത് കാണിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും നാഷണൽ ഹൈവേ അതോറിറ്റി അതിന്റെ കംപ്ലൈന്റ് അതിന്റെ വീഴ്ച പരിശോധിച്ച് അതിന് വേണ്ടിയ മതിയാമണ്ണമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു 1. 2, ഈ ഡ്രൈവർമാരുടെ റാഷ് ഡ്രൈവിങ്. ഇവർ 2 ഡ്രൈവർമാർ ആരാണ് സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഈ ദൃക്സാക്ഷികളും വാർത്താമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്ന ഒരു ലോറിക്കാരൻ കൊണ്ടുവന്ന് വേറൊരു ലോറിയുടെ ബാക്ക് സൈഡിൽ ഇടിച്ച് നിയന്ത്രണം വിട്ടു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. എന്തുമാത്രം ശരിയാണെന്നില്ല. റോഡിന്റെ അപര്യാപ്തത പറയുന്നുണ്ട്. മഴയും കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് വളവുകൾ നിവർത്തിക്കൊണ്ട് പറഞ്ഞോട് സാർ റോഡുകൾ നിവർത്തി കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് സ്ട്രെയിറ്റ് ആയ റോഡുകൾ നിർമ്മിക്കുക അസാധ്യമാണ്. കാരണം മലകളും അത്രയും കോസ്റ്റും ഉണ്ട്. പക്ഷേ ഈ വളവിലൊക്കെ എങ്ങനെ വാഹനം നിയന്ത്രിച്ച് കൊണ്ടുപോകണമെന്ന് റോഡ് സുരക്ഷാ അതോറിറ്റി ഇവിടെയുണ്ട്. അവരെന്ത് ചെയ്യുന്നു? താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അപകടം ഉണ്ടാകുന്നെങ്കിൽ അത് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അശാസ്ത്രീയ നിർമ്മാണത്തിന് ആരാണ് അനുമതി നൽകിയത്, ആരാണ് തീരുമാനിച്ചത്? അവരുടെ അടക്കം പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നിടത്ത് മാത്രമേ ഇത്തരം അശാസ്ത്രീയമായ നിർമ്മിതികൾക്ക് അനുമതി കൊടുക്കുകയും അതിനൊക്കെ രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുന്നവരടക്കം ഇതിന് ഉത്തരവാദികൾ തന്നെയാണ്. അവരുടെ കയ്യിലെ വീഴ്ച കൊണ്ടാണ് യഥാർത്ഥത്തിൽ 4 കുഞ്ഞുങ്ങൾ പൊലിഞ്ഞു പോയത് എന്നതുകൂടി പറയേണ്ടി വരും. ശ്രീമതി ഷൈനിയാണ് അതിരപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ഷൈനി, ആർക്കും സങ്കടമുണ്ടാക്കുന്ന വാർത്തയാണ്. പ്രത്യേകിച്ച് ആരുടെ മരണവും സങ്കടമാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ മരണമെന്ന് പറയുമ്പോൾ അത് വളരെ വലിയ സങ്കടമാണ് മനുഷ്യന് ഉണ്ടാകുന്നത്. ഇത് ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ 4 മക്കളുടെ ജീവൻ പോവേണ്ടി വന്നു. സർക്കാരിനൊന്ന് കണ്ണു തുറക്കാൻ. 55ഓളം അപകടങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത് തന്നെ ഇതിനു മുമ്പ് നടന്നെന്ന് നിങ്ങളുടെ ന്യൂസ് 18 പോലുള്ള മാധ്യമങ്ങൾ ഇന്നലെ തൊട്ട് പറയുന്നല്ല സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഗവൺമെന്റ് ഇതിന് അടിയന്തരമായി എടുക്കേണ്ടത് ഇങ്ങനെ സ്കൂളുകളുടെ മുമ്പിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെയുള്ള ട്രക്കുകൾ ഈ സ്കൂൾ ടൈം 3 മണി മുതൽ 4 മണി വരെ അല്ലെങ്കിൽ ഇന്നൊരു ടൈമിംഗ് പറഞ്ഞിട്ട് ഓടരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ളത് ഗവൺമെന്റ് റോഡുകളൊന്നും ശരിയാക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഇതേണക്കുള്ള ടൈമിങ്ങിൽ ഇതേണക്കുള്ള വലിയ ലോഡും കയറ്റി വരുന്ന വാഹനങ്ങൾ പോകുവാൻ അനുവദിച്ചൂടാ എന്ന് ഗവൺമെന്റ് നിയമം തന്നെ ഉണ്ട്. അതെല്ലാം കാറ്റിൽ പറപ്പിച്ചുകൊണ്ടാണ് ഇത്. പിന്നെ രണ്ടാമത് ഇപ്പൊ ഈ നാഷണൽ ഹൈവേയുടെ പണി നടക്കുക. സത്യത്തിൽ ഈ പണി നടക്കുമ്പോൾ നമ്മൾ രാവിലെ പോകുന്ന വഴിയല്ല രാത്രി നമ്മൾ വരുന്നത്. അപ്പൊ അതിന് ഒരു രീതിയിലും ട്രാഫിക്കിന്റെ ഒരു സിഗ്നൽസും ഒന്നും വെക്കാറില്ല. കാരണം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാന തൊഴിലാളി, അവർക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, നമ്മളുടെ ഭാഷ. താങ്കൾ പറഞ്ഞതും ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. റോഡ് നിർമ്മാണം നടക്കുമ്പോൾ അവിടെ വേണ്ട രീതിയിലുള്ള മുൻകരുതലുകളും ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ അതൊന്നും പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. അങ്ങനെയും നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശ്രീമതി ലൗലി വർഗീസ് കൂടി ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്നും. ശ്രീമതി ലൗലി വർഗീസ്, താങ്കൾക്ക് പറയാം. ആ TV ഒന്ന് മ്യൂട്ട് ചെയ്താൽ ഉപകാരമായിരുന്നു. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. എനിക്ക് 4 പരാതിയാണ് പറയാനുള്ള. പ്രധാനമായിട്ടും ഒന്നാമത്തെ കാര്യം, ഹലോ പറഞ്ഞോളൂ. 4 പരാതിയാണ് സാർ എനിക്ക് പറയാനുള്ളത്. താങ്കളെ TV മ്യൂട്ട് ചെയ്തിട്ടില്ല, അതാണ് പ്രശ്നം. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. 63 കേസ് നിലവിലുള്ള ഒരു വണ്ടിയാണത്.
സാർ വണ്ടിയല്ല, റോഡിൽ 63 അപകടങ്ങൾ ഉണ്ടായെന്നാണ് പറഞ്ഞത്. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അബ്ദുൾ റഹ്മാനാണ് ദുബൈയിൽ നിന്നും. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾ എങ്ങനെയാണ് ഇത്തരം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ഉണ്ടായെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അത് പരിഹരിക്കാൻ കഴിയാത്ത സംവിധാനങ്ങളെ കാണുന്നത്? ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. സാർ, ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറ്റാം. നേരത്തെ വിളിച്ച വേണുഗോപാൽ, ഒന്നിക്ക് അത് റോഡ് കോൺട്രാക്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഡ്രൈവറുടെ ഏതെങ്കിലും ബന്ധുവായിരിക്കണം. ഇനി വിഷയത്തിലേക്ക് വരാം. ഹലോ, പറഞ്ഞോളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് നിർമ്മാണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മന്ത്രിമാരുടെ സ്ഥലമോ അല്ല അവർക്ക് വേണ്ടപ്പെട്ട സ്ഥലമോ അവിടെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിന്റെ വളവൊന്നും മാറ്റാനായിട്ട് അവർ ഒരിക്കലും വിടത്തില്ല. ആ സ്ഥാനത്ത് മന്ത്രിമാരുടെയും MLA-മാരുടെയും ഉൾഗ്രാമങ്ങളിൽ വല്ല സ്ഥലമുണ്ടെങ്കിൽ ആ ഭാഗം സിറ്റിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർ അതിൽ നിന്ന് സ്ഥലങ്ങൾ കൊടുക്കും. പക്ഷെ ഇവിടുന്ന് തന്നെ സാധാരണക്കാരന്റെ സ്ഥലമാണ് ഈ വളവിനുള്ളതെങ്കിൽ ഗവൺമെന്റിന്റെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തീർച്ചയായിട്ടും ആ വളവ് നിർത്താനായിട്ട് വിടും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ റോഡിന്റെ എന്ന് പറഞ്ഞാൽ സ്കൂളുകളുടെ ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1/4 കിലോമീറ്റർ ദൂരത്താണ് ബോർഡ് വെക്കുന്നതും അതുപോലെ സ്പീഡ് നിയന്ത്രിക്കുന്നതും. സ്കൂളുകളുടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 കിലോമീറ്റർ ദൂരത്ത് തന്നെ ബോർഡ് വെച്ചും കൊണ്ട് ആ ഭാഗത്തേക്കുള്ള വാഹനങ്ങളുടെ സ്പീഡ് നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ഈ ഹെൽമെറ്റ് ഇല്ലാത്തതിന് മാത്രം ക്യാമറ പോരാ. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓവർ സ്പീഡിൽ പോകുന്ന വണ്ടികളെ പിടിക്കാനായിട്ടുള്ള ക്യാമറകൾ വെക്കണം. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രദീപൻ കൂടി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. ശ്രീ പ്രദീപൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ പ്രദീപ്, പറയാം. നമസ്കാരം കിരൺ. നമസ്കാരം കിരൺ, ഏത് കാര്യത്തിലും നമ്മൾ സർക്കാരിനെ കുറ്റം പറയുന്നത് ശരിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും തീർത്തും പിന്നെയും വിശ്വസിക്കുന്നത് അവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. ദീർഘവീക്ഷണമില്ലാത്ത ആ റോഡിന്റെ നവീകരണമോ. കിരൺ, ഒരു കാര്യം അറിയോ, നമ്മുടെ എത്ര റോഡുകളിലാണ് കിരൺ ഫുട്പാത്ത് നടന്നു പോകാൻ വേണ്ടിയുള്ള സൗകര്യമുള്ളത്? എവിടെയുണ്ട്? താങ്കളൊന്ന് നോക്കൂ. നമ്മൾ ഒട്ടുമുക്കാൽ ഈ റോഡിന്റെ സൈഡ് വശം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ വീടുകാർക്ക് കയറാൻ വേണ്ടി അവർ ചരിച്ചിങ്ങനെ മുകളിലോട്ട് ഇട്ടേക്കും. അതിലൊന്നും ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റത്തില്ല. 90% ആൾക്കാർ നടക്കുന്നത് റോഡിൽ കൂടെയാണ്. പിന്നെ നമ്മുടെ റോഡിന്റെ വികസനം അറിയാമല്ലോ. എന്ത് വികസനം നടത്തുന്നു എന്നുള്ളത് നേരത്തെ നമ്മുടെ അബ്ദുൾ റഹ്മാൻ പറഞ്ഞതുപോലെ മന്ത്രിമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ദീർഘവീക്ഷണമില്ലാത്ത ഇതിനോടുകൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ മിസ്റ്റർ കിരൺ. നമ്മുടെ ഈ ഓടയിൽ വീണ് മരിച്ചൊരു സംഭവമുണ്ട് തിരുവനന്തപുരത്ത്, അറിയായിരിക്കുമല്ലോ. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ താങ്കൾ അറിയാമോ? പഴയ അതേ അവസ്ഥ തന്നെയാണ്. ഒരു MP നമുക്കിവിടെയുണ്ട്, വിശ്വപൗരനാണ്, ലോകം മുഴുവൻ കണ്ട വ്യക്തിയാണ്. ബാഴ്സലോണ സിറ്റി ഉണ്ടാക്കുന്ന പറഞ്ഞ തിരുവനന്തപുരം ജില്ലയെ ആരെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ എന്തുകൊണ്ട് അനങ്ങുന്നില്ല എന്ന്? ഞാൻ പറയുന്നത് മിസ്റ്റർ കിരൺ, ഇതൊന്ന് കഴിയുമ്പോൾ നിങ്ങളെല്ലാം ഓരോ MP-മാരോടും MLA-മാരോടും ചോദിക്കണം, നിങ്ങളുടെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കൂ, നിങ്ങൾ നവീകരിക്കൂ, നമ്മുടെ നാടിനെ നന്നായി. ഒരു ആൾ പൊക്കത്തിനാണ് പുല്ല് പിടിച്ച് കിടക്കുന്നത് റോഡിന്റെ ഈ സൈഡുകൾ. അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മുരളീധരനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ മുരളീധരൻ, ഈ അപകടങ്ങൾ പലതരത്തിലുണ്ടാവാറുണ്ട്. പക്ഷേ റോഡിന്റെ അശാസ്ത്രീയത കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത് ആണ്. പക്ഷെ അത് പരിഹരിക്കാൻ തയ്യാറാവുന്നില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് സമൂഹത്തിന്, പബ്ലിക്കിനൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഞാൻ ആ TV-യിൽ കണ്ടിരിക്കുന്ന റോഡ് ഏകദേശം നല്ല വീതിയുള്ള റോഡാണ്. പക്ഷെ കൂടുതലും അതിൽ പബ്ലിക്കിന് പോകാനുള്ള സ്ഥലങ്ങൾ മുഴുവനും കാട് പിടിച്ച് കിടക്കുക, വേസ്റ്റ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുക, കടകൾ കൈകേറിയിരിക്കുക. ഇങ്ങനെ വരുമ്പോഴത്തേക്കും പബ്ലിക് റോഡിലൂടെ നടന്നു പോകേണ്ട അവസ്ഥയാണ്. ഒരു സ്ഥലത്തല്ല, കേരളം മുഴുവനുള്ള ഒരു അവസ്ഥയാണ്. ഈ പബ്ലിക് അതൊന്ന് ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെ സ്ട്രൈക്കായി, പ്രശ്നങ്ങളായി. ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ വിറകോ എന്തൊക്കെയോ കൂട്ടിയിട്ടിരിക്കുകയാണ്, പുല്ല് പിടിച്ചു കിടക്കുന്നു, കുറെ കടകൾ കൈകേറിയിരിക്കുന്നു. ഇതൊക്കെ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. ഈ സമൂഹം എന്ന് പറയുന്ന അവരുടെ വീട്ടിലോ കടകളിൽ വരുന്ന വെള്ളങ്ങൾ വരെയും റോഡിലേക്ക് ഒഴുക്കി വിടുക. അങ്ങനെ ഫുട്പാത്തുകൾ മുഴുവനും ചെളിഞ്ഞും വൃത്തികേടായി കിടക്കുക. ഇതിലൂടെ നടക്കേണ്ടതിന് പകരം ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങി നടക്കും, സ്വാഭാവികം. അങ്ങനെ ഈ രാജ്യത്തിന്റെ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്കും ഒപ്പം തന്നെ ജനത്തിനും ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കാണ്ട്. അതേപോലെ തന്നെ വാഹനങ്ങൾ കൊണ്ടുനടക്കുന്ന ഡ്രൈവേഴ്സിനും. റോഡ് നല്ലതല്ലെങ്കിൽ അവർ കട്ടറാണ്, കുഴിയാണ്, പ്രശ്നമാണെന്നും പറഞ്ഞുകൊണ്ട് സമരം ചെയ്യും. റോഡ് നന്നാക്കി കഴിഞ്ഞാലോ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത രൂപത്തിലുള്ള യാത്രയും. എല്ലാവർക്കും തുല്യ പങ്കാളിത്തമുണ്ട്. ആ തുല്യ പങ്കാളിത്തം തുല്യമായി തന്നെ നിറവേറ്റാതെ വ്യക്തമാണ്, ആധികാരികവുമാണ്. ശ്രീ വിക്രമൻ നായർ കൂടി ചേരുന്നു, പിറവത്ത് നിന്നാണ്. ശ്രീ വിക്രമൻ നായർ,
താങ്കൾ എങ്ങനെയാണ് ഇത്തരം അധികൃതർ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഇത്തരം പ്രവൃത്തിയെ കാണുന്നത്? പ്രിയപ്പെട്ട കിരൺ, ഒരൊറ്റ വാക്യമേ പറയാനുള്ളൂ. അതായത് നമ്മുടെ റോഡ് ഗതാഗത രംഗത്ത് എത്രയും വേഗം ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം. അതോടെ ഇതിനെല്ലാം മാറ്റം വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഓക്കെ, താങ്കളുടെ വികാരം മനസ്സിലാവുന്നു. ശ്രീ ദീപു കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു റോഡിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആ റോഡിൻ്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉണ്ട് എന്ന് തന്നെയാണ്. അത്തരം അശാസ്ത്രീയത അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഇത് പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് അധികൃതർ തയ്യാറാവാത്തത്? ആദ്യം തന്നെ ആ മരണപ്പെട്ട കുട്ടികളോടുള്ള ആദരാഞ്ജലിയും അതുപോലെ ആ വീട്ടുകാർക്കുള്ള ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമ്പം ആ വിഷയത്തിൽ ഏതാണോ നമുക്ക് പെട്ടെന്ന് കുറ്റപ്പെടുത്താൻ പറ്റുന്നത് ആ കുറ്റപ്പെടുത്തലിലേക്കാണ് നമ്മൾ ആദ്യം പോയിട്ട് പിന്നെ പോകുന്നത്. ഇപ്പൊ ഈ റോഡിന്റെ ഡിസൈനാണ് പ്രശ്നം എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? അപ്പം അവിടെ ഒരു അപകടം ഇപ്പൊ 56 അപകടങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അത് തന്നെ ഒരു IIT പഠനം നടത്തിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ഈ റോഡിലേക്ക് ഈ കർവ് തുടക്കുന്നതിന് മുമ്പും പിമ്പും ബോർഡ് വയ്ക്കുകയും ഡിസൈൻ സ്പീഡും ഒക്കെ വെച്ചിട്ടുണ്ടെന്നാണ്. സോറി, ഈ ട്രാവലിംഗ് സ്പീഡ്. ഈ ഏത് കർവിനും ഒരു ഡിസൈൻ സ്പീഡ് ഉണ്ട്. ഇത് കർവാണ്. അതിനകത്ത് നമുക്കറിയാം, ഫിസിക്സ് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും നമ്മളെ ഒന്ന് അകത്തോട്ട് വലിച്ചെടുക്കും അല്ലെങ്കിൽ പുറത്തോട്ട് തള്ളിപ്പോവും സ്പീഡ് കൂടിപ്പോയി കഴിഞ്ഞാൽ. അപ്പൊ ആ സ്പീഡ് പ്രോപ്പറായിട്ട് അവിടെ ആ സ്പീഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പം വരില്ല. പക്ഷെ ആ സ്പീഡ് അതായത് നല്ല റോഡാകുമ്പോഴത്തേനും ഇത് മനസ്സിലാക്കാതെ ആളുകൾ ഭയങ്കര സ്പീഡിൽ പോകുമ്പോഴാണ് ഒന്നില്ലെങ്കിൽ തെന്നി പോകുന്നത്, ഒന്നില്ലെങ്കിൽ അകത്തോട്ട് വലിഞ്ഞ് ചേർന്ന് പോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമുക്ക് വേണ്ടത് ഈ മറ്റ് സ്ഥലങ്ങൾ വിദേശങ്ങളിലാണെങ്കിൽ ലൈസൻസിന് മുമ്പ് നമുക്ക് ലെക്ചർ ക്ലാസ്സുകൾ ഉണ്ടാവും. ഒരു റോഡ് അതിനെങ്ങനെയാണ് ഓടിക്കേണ്ടത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഈ അവബോധം എല്ലാവർക്കും ഈ ക്ലാസ്സുകൾ ഇവിടെ ആവശ്യമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏത് റോഡ് ഓടിക്കുക, ഇപ്പൊ നിങ്ങളൊരു ദേശീയപാത കൂടെ 2 വരിയാവട്ടെ 3 വരിയാവട്ടെ, ഏറ്റവും സ്പീഡ് ട്രാക്കിൽ കൂടെയാണ് വലിയ വലിയ കണ്ടെയ്നറുകൾ പോകുന്നത്. ഇവർക്ക് ഈ റോഡ് ഓടിക്കേണ്ടതിന്റെ അജ്ഞത, അതായത് ലൈസൻസ് കിട്ടിയാൽ മാത്രം റോഡ് ഓടിക്കുക എന്നുള്ളതല്ല, ആ റോഡിൽ എങ്ങനെ പോകണം എന്നുള്ളത് കൂടെ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതും സൈൻ ബോർഡ്സ് എങ്ങനെ റീഡ് ചെയ്യണമെന്നും ഇതിന്റെ എഡ്യൂക്കേഷൻ വളരെ നന്നായിട്ട് ആവശ്യമുണ്ട്. അത് പ്രത്യേകിച്ച് ഡ്രൈവർമാർക്ക്. ശാസ്ത്രീയമായ അഭിപ്രായം കൂടിയാണ് താങ്കൾ പറഞ്ഞത്. ദീർഘകാല അടിസ്ഥാനത്തിൽ അതെല്ലാം വേണ്ടത് തന്നെയാണ്. അത്തരം അവബോധം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ 2-3 ലൈനുള്ള സ്ഥലത്ത് കൂടി ഈ കണ്ടെയ്നറുകളൊക്കെ അതിൽ ഏറ്റവും സ്പീഡ് ട്രാക്കിലൂടെ പോകുന്ന ആ കണ്ടെയ്നർ ഡ്രൈവർമാർക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടൊന്നുമല്ല. അവർ ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ദേശീയ 6 വരി പാതയിലൂടെയൊക്കെ പോകുന്നവരാണ്. അവിടെ വൻ വാഹനങ്ങൾ സ്പീഡിൽ പോകുന്നതിനിടയിൽ അവർ മാറ്റിപ്പോകും. ഇവിടെ വന്ന് അങ്ങനെ പോകുന്നവർ പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ സൗകര്യം നോക്കി അവരങ്ങനെയൊക്കെ വലിയ വാഹനമായതുകൊണ്ട് ചെറിയ വാഹനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള വിഷയമല്ലാത്ത രീതിയിൽ ഓടിക്കുന്ന ആളുകളും ഒക്കെ ഇതിനോട് അറിയാവുന്നവരുമുണ്ട്, അറിയാൻ വയ്യാതെ ഈ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. എന്തായാലും അവബോധം വേണം എന്നുള്ളത് ഏറ്റവും പ്രധാനം തന്നെയാണ്. ശ്രീ ദിൽജോ കൂടി ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്നും. ശ്രീ ദിൽജോ, താങ്കൾ എങ്ങനെയാണ് ഇത്തരം അധികൃതരുടെ അനാസ്ഥയെ കാണുന്നത്? സാർ, ഇത് വളരെ വളരെ ദുഃഖമുള്ള ഒരു കാര്യമാണ്. നമ്മൾ കണ്ടതാണ്. ഒരുപാട് സ്വപ്നങ്ങളാണ് ആ കുട്ടികളുടെയും ആ വീട്ടുകാരുടെയും പൊലിഞ്ഞു പോയത്. ഇത് കേരളത്തിൽ സംഭവിക്കുന്ന ഒരു സ്ഥിരം പ്രശ്നമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ 4 ദിവസം ചാനലിൽ എല്ലാവരും വന്ന് പറയും പ്രശ്നം ഉണ്ടെന്ന് പറയും. ഇപ്പൊ ഏറ്റവും ചുരുക്കത്തിൽ പറയാം, നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് എറണാകുളത്തെ ചിറ്റൂർ റോഡ് പൊളിച്ചിട്ടിട്ട് ഒരു 2 മാസമായി. അധികൃതർക്ക് യാതൊരു താല്പര്യമില്ല. അപകടം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അതിനെ അഡ്രസ് ചെയ്യുന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ. അതുപോലെ തന്നെ ഈ ഉണ്ടായ സംഭവത്തിൽ നമ്മളിപ്പോ പറയുന്നു അശാസ്ത്രീയമുണ്ട്, കാര്യങ്ങളുണ്ട്. ഇത് പണിതൊരു കോൺട്രാക്ടർ ഉണ്ട്, അന്നൊരു എഞ്ചിനീയറും ഉണ്ടല്ലോ. അവരെയാണ് ഇതിനൊപ്പം തന്നെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത്. അവർക്ക് മനസ്സിലാവണം അതൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ആരും ഇതിനൊന്നും പ്രശ്നത്തിലേക്ക് വരുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിച്ച് അവര് സാലറി പറ്റുന്ന ഈ പബ്ലിക് സർവൻസ് വളരെ കൂളായിട്ട് ജീവിക്കുന്നു. അവർക്ക് യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല. ഈ വണ്ടി ഓടിച്ചതിനെതിരെ കേസ് കൊടുക്കുന്നു. അവന്റെ തെറ്റുണ്ടാവാം, സമ്മതിക്കുന്നു. പക്ഷെ ഇത് ഉണ്ടാക്കിയത് ഈ ഒരാളല്ലോ, ഈ വണ്ടി ഓടിച്ച ആളല്ല. അതുകൊണ്ട് അധികൃതരുടെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രത്യേകിച്ച് ഇതിന്റെ മന്ത്രിതലത്തിൽ വ്യക്തമാണ്. TPC കുട്ടി കൂടി ചേർന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. ശ്രീ TPC കുട്ടി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കുട്ടിയാണ് തൃശ്ശൂരിൽ നിന്ന്. എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ റോഡിന്റെ ഈ വളവ് ഒക്കെ പറയുന്നുണ്ടല്ലോ, ഓരോ റോഡ് ഇപ്പൊ മുമ്പ് പഞ്ചായത്ത് റോഡായിരുന്നു, അത് വികസിച്ച് സാധാരണ ഒരു റോഡാവും, അത് കഴിഞ്ഞ് NH ആവും.
എന്താവുമ്പോഴും ഈ വളവ് നിവർത്താൻ വേണ്ടി ഒരിത്തിരി സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ആളും സഹായിക്കില്ല. ഇപ്പൊ ഈ പറയുന്ന ആളുകൾ തന്നെ അതിന്റെ അവിടെ വന്ന് അഭിപ്രായങ്ങൾ, വലിയ വലിയ അഭിപ്രായങ്ങൾ പറയും. കാരണം ഞാൻ ഇപ്പൊ നാട്ടിലത്തെ ആയാലും വേണ്ടില്ല, ഇവിടെ ഞാനിപ്പോ തൃശ്ശൂരാണ്. തൃശ്ശൂർ മുണ്ടൂര് ഒരു സ്ഥലം റോഡ് വീതി കൂട്ടാൻ വേണ്ടി എത്രയോ കാലമായി ഗവൺമെന്റും മറ്റുള്ളവർക്ക് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് അപകടം ഉണ്ടാകുമ്പോൾ ഓഫ് കോഴ്സ് അത് നമുക്ക് വളരെ ഹാർട്ട് ബേണിംഗ് ആണ്. കുട്ടികൾ നടന്നു പോകുമ്പോൾ സമാധാനമായി നടന്നു വന്ന് കുട്ടികളുടെ മേലേക്ക് വണ്ടികൾ വീണു എന്നുള്ളത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. അത് ഏത് രീതിയിലാണ് ഇത് നിർത്തേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെ ഇതിന് പരിഹാരം കാണാമെന്നുള്ളത് അധികാരികൾ അതിന് തീർച്ചയായിട്ടും മുന്നിട്ടിറങ്ങണം എന്നാണ് എന്റെയൊക്കെ അഭിപ്രായം. ശ്രീ കൃഷ്ണദാസ് കൂടി ചേരുന്നു മണ്ണാർക്കാട് നിന്നും. ശ്രീ കൃഷ്ണദാസ് ഈ അപകട സ്ഥലം നേരിട്ട് കണ്ട ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ കൂടിയാണെന്ന് പറയുന്നത്. കൃഷ്ണദാസ്, താങ്കൾക്ക് എങ്ങനെയാണ് ഈ അപകടത്തെ, താങ്കൾ ആ സ്ഥലക്കാരൻ തന്നെയാണോ? തീർച്ചയായിട്ടും എന്റെ വീട് മണ്ണാർക്കാട് എന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ വ്യത്യാസത്തിലാണ്. അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണോ? നിരന്തരമായിട്ട് അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അത് ഒന്നും രണ്ടുമല്ല, ഏകദേശം ഒരു കുറച്ച് കാലത്തില് ഇങ്ങനെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള കാരണമായി താങ്കൾക്ക് തോന്നുന്നത്? അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആ ഭാഗത്ത് ഇപ്പോ എല്ലാ വിഷ്വൽ മീഡിയയിലും ആ ഭാഗത്തിന്റെ വിഷ്വൽസ് വന്നതായിരിക്കും. ഒന്ന്, വലിയൊരു ഇറക്കമാണ് അവിടെ വരുന്നത്. രണ്ട്, അതിലുപരി ഒരു റാ ടൈപ്പിലൊരു വളവാണ് അവിടെ വരുന്നത്. പറയുമ്പോൾ കോഴിക്കോട് പാലക്കാട് NH നാഷണൽ ഹൈവേ ആണിത്. ആ നാഷണൽ ഹൈവേ ഇപ്പൊ നവീകരിച്ച നാഷണൽ ഹൈവേ ആണ്. അത് നവീകരിക്കുമ്പോൾ അവിടുത്തെ ആളുകൾ നിരന്തരം പറഞ്ഞതാണ് ഇവിടെ ഇത്തരം ഈ ഇറക്കവും അതുപോലെ ഈ വളവും വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് എന്തായാലും അത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് പോലും സ്ഥലം MLA പോലും പറയുന്നത് അവർ പോലും അത്തരം കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും ഇത് നിർമ്മിച്ചവർ അതിന് പരിഗണന കൊടുക്കാതെ ആ ഒരു സ്ഥലം അതേ രീതിയിൽ നിർമ്മിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോ ഇന്ന് നമ്മുടെ MLA സബ്മിഷൻ അടക്കം നിയമസഭയിൽ ഉന്നയിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഇന്ന് ഗതാഗത മന്ത്രി പറയുന്ന ഒരു കാര്യം, ഇത്തരമൊരു റോഡിന്റെ കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നമ്മുടെ അധികൃതർ എവിടെയാണ് ശ്രദ്ധിക്കുന്നത്, എവിടെയാണ് അവർ നോക്കുന്നത്? ഇന്നലെ ഞാനവിടെ 4 മണിക്കൂറോളം ആ സ്ഥലത്തുണ്ടായിരുന്ന ആളാ. അപ്പൊ അവിടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം വന്നിട്ട് അവരടക്കം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇവരെവിടേക്കാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്? മന്ത്രി അങ്ങനെയൊക്കെ പറയുമ്പോൾ മന്ത്രി അറിയേണ്ട ഒരു കാര്യം, മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ പരിശോധിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ നാട്ടുകാരോ പറഞ്ഞിട്ട് മാത്രം വേണ്ടിയില്ല. ഒരു പാതകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഔദ്യോഗികമായി അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയോട് ഈ സ്ഥലത്ത് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് അത് തിരുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. തീർച്ചയായും അവിടെ ഗതാഗതം ഇന്നലെ വന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞ് ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള. ഇത് എവിടേക്കാണ് ഇവർ റിപ്പോർട്ട് കൊടുത്തതെന്ന് നമുക്കറിയില്ല. കാരണം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഉന്നത ഉദ്യോഗസ്ഥർ അതുപോലെ മന്ത്രി പോലുള്ള ആളുകൾ അറിയേണ്ടതല്ലേ. അപ്പൊ ഇനിയെങ്കിലും ഇത് കൃത്യമായ പഠനം. വെറുതെ ഇന്ന് ഞാൻ വേറൊരു കാര്യം പറയാം. ഇന്നിപ്പോ അവിടെ ഇന്നലെ സംഘർഷാവസ്ഥയായിരുന്നു. അപ്പൊ ഞങ്ങളടക്കം ഒരു മാധ്യമപ്രവർത്തന നിലയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരോടൊപ്പം പോലീസുകാരോടൊപ്പം അല്ലെങ്കിൽ മറ്റേ ജനപ്രതിനിധികളോടൊപ്പം നിന്ന് ജനങ്ങളോട് തൽക്കാലം പിൻവാങ്ങാൻ പറഞ്ഞുവെങ്കിലും നമുക്കും അറിയാം ഇത് ഇനി നാളെയും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് ചർച്ച എന്ന് പറയുന്നതൊക്കെ നിരന്തരം പ്രഹസനമായും കൊണ്ടിരിക്കുകയാണ്. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു ചർച്ച നടക്കും, എന്നിട്ട് കുറെ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കുന്നു പറയുമെന്നല്ലാതെ ഒരു ശാശ്വത പരിഹാരം അവിടെ നടപ്പാകുന്നില്ല. ഇനിയും ഞാനിപ്പോ എഴുതി തരാം. ഇനിയും നാളെ അവിടെ നടക്കുന്നത് വെറുതെ എന്തെങ്കിലും ഒരു കണ്ണിൽ പൊടിയിടാനുള്ള സംഗതി ചെയ്തിട്ട് പിന്നെയും മിണ്ടാതിരിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു അപകടം ഉണ്ടാകുമ്പോൾ വീണ്ടും ഇതേപോലെ ചർച്ചകൾ. അപ്പൊ ഇതിന് വേണ്ട ശാശ്വതമായ പരിഹാരമാണ്. ഇനി നമുക്ക് അവിടെ ജനങ്ങളെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. കാരണം ഇന്നലെയൊക്കെ അത്രയും വയലന്റ് ആയിരുന്നു. 4 പിഞ്ച് കുട്ടികളാണ് അവിടെ അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല ആ സംഗതി. അപ്പൊ ഇനി വേണ്ടത് ഈ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ട് കൃത്യമായ ഇടപെടലുകൾ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാവും. അല്ലാതെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടികൾ ആവരുത് അവിടെ ഉണ്ടാവുന്നത്. വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് സ്ഥലം കണ്ട ഒരാൾ എന്നതിലേക്കും സ്ഥലത്തെ നന്നായി അറിയുന്ന ആൾ എന്ന നിലയ്ക്കും ഒക്കെ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പരിശോധിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിന് തുടർ നടപടി ഉണ്ടായില്ല എന്നുള്ള ചോദ്യമൊക്കെ ഉയരണം. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉത്തരം പറയേണ്ടി വരണം. അങ്ങനെ ഉത്തരം പറയേണ്ടി വരാത്തിടത്തോളം കാലം ഇത്തരം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണങ്ങൾ ഇനിയും തുടരും. ആരാണോ ഇത് രൂപകൽപ്പന ചെയ്തത്, ആരാണോ ഇതിന് അനുമതി കൊടുത്തത്, ആരാണോ ഇത് പരിശോധിക്കേണ്ടിയിരുന്നത്, അവരൊക്കെ ഈ പരിശോധനയെ രൂപകൽപ്പന ചെയ്തവരും അനുമതി നൽകിയവരും അത് ചെയ്തവരുമെല്ലാം ഇതിന് ഉത്തരവാദികൾ തന്നെയാണ്. അവരടക്കം ഉത്തരം പറയുന്ന ഒരു കാലത്ത് മാത്രമേ ഇത്തരം അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ നമുക്ക് തടയാൻ കഴിയൂ. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ആൾ ഒഴികെ എല്ലാവരും സമാനമായ അഭിപ്രായ പ്രകടനങ്ങൾ തന്നെയാണ് നടത്തിയത്. സ്വാഭാവികമാണ്, ഒരാൾ ചിലപ്പോൾ ആ തരത്തിലേക്ക് ഇത് ആരെയും കുറ്റം പറയുന്നത് ശരിയല്ല എന്നുള്ള മട്ടിലൊക്കെ പുള്ളിക്ക് മറ്റ് താല്പര്യങ്ങൾ ചിലപ്പോൾ ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അപൂർവം ചില മനുഷ്യർ കൂടി ചേരുന്നതാണ് ഈ സമൂഹം. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.